بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും തെളിവുകളായ മുഅ്ജിസാത്തുകളും തങ്ങളുടെ ബറക്കാത്തുകളുമാണ് നമ്മുടെ സംസാരം. ഫസലും ഫീ കറാമാതിഹി വബറകാതിഹി വൻഖിലാബിൽ അഹ്യാനി ലഹു ഫീമാ ലമസഹു ഔ ബാശറഹു ല. തങ്ങളുടെ കറാമാത്ത് ബറക്കാത്ത്, അതുപോലെ തങ്ങൾ തൊടുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്ത സാധനത്തിന് അങ്ങനെ തന്നെ അതിൻ്റെ സ്വഭാവം അതിൻ്റെ നാത്ത് തന്നെ മറിഞ്ഞ സമയങ്ങൾ. ഈത്തപ്പന മട്ടൽ കൊടുത്തിട്ട് ഇത് വളയ്ക്ക് ഉപയോഗിച്ചോണ്ട് നമ്മൾ വളായി മറിയും, അപ്പം നാത്ത് തന്നെ മറിയില്ലേ. അതിനൊക്കെ കാണാൻ സീറ്റുണ്ടാവും കസലെടുത്തിട്ട്. ഇനി ശ്രദ്ധിക്കണേ. അഖ്ബറന അഹ്മദ് ഇബ്നു മുഹമ്മദ്, അതാണ് മുസന്നിഫിന്റെ ഷെയ്ഖ്. ഖാല ഹദ്ദസന അബൂ ദർദിൽ ഹിറബിയാണ് ഷെയ്ഖിന്റെ ഷെയ്ഖ്. അത് ഇജാസത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇജാസത്ത് കൊടുത്തു. അതിൻ്റെ അപ്പുറം ഒരു ഹാൽ എഴുതിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ വഴിക്കേ കൂടി വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സനതുണ്ടാവും. ഇതിലേക്കൂടി വന്നാൽ ഇതിലേക്കൂടി വന്നാൽ ഇതിലേക്ക് അതെല്ലാം ആവർത്തിക്കാതിരിക്കാൻ എന്താകുക, ആ ജംഗ്ഷൻ ആദ്യം പറഞ്ഞു വെക്കും. എന്നിട്ട് മറ്റേ തെരേക്കിനെ കിടക്കുന്ന ഏതോ അടുത്തേക്ക് എത്തിക്കും, മറ്റേ തെരേക്ക് തുടങ്ങിയിട്ട് അവിടത്തേക്ക് എത്തിക്കും. അപ്പം പറഞ്ഞ ചൊറുക്കട ജംഗ്ഷൻ്റെ തോക്ക് ചാണ്ടിക്കലിലെ കൂടി വന്ന അവിടെ എത്തി, സിരണ്ടാവത്തെ കൂടി വന്ന അവിടെ എത്തി, അളിപ്പറമ്പ് വന്ന അവിടെ എത്തി, പറശ്ശനിന്ന് വന്ന ഇവിടെ എത്തി. അപ്പോൾ 4 ആവർത്തിക്കാതിരിക്കാൻ എന്താക്കും അറിയോ, ആ നടുവോടെ പറഞ്ഞിട്ട് മറ്റെല്ലാവരും കൂട്ടിച്ചത് ഒന്നിച്ചു പോകാൻ. അതിനെന്താ പറയുക, തഹവീൽ എന്ന് പറയും. തഹവീൽ തന്നെ എന്താണ്, ഡൈവർഷൻ, വഴിത്തിരിവ്. ആ തഹവീലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആയിട്ടിട്ടുണ്ടാവും. അതില്ല, എല്ലാ കിതാബിലുണ്ടാകല്ല. എന്നാൽ പിന്നെ അച്ചടിക്കാരോട് കടം അത് പറഞ്ഞിട്ട് വാങ്ങണം. അപ്പം പറയാ എത്ര തരീക്കാന്ന്. അഹമ്മദ് ബിൻ മുഹമ്മദ് അവർ ഷെയ്ഖ് അബൂ ദർദിൽ ഹിറവി അവിടെ വെച്ച്. തഹവീൽ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ഷെയ്ഖിനെ തുടങ്ങുന്നതാണ്. വഹദ്ദസനൽ ഖാദി അബൂ അലിയൻ, അത് സമാഅൻ ഓറ് പറഞ്ഞ് കേട്ടതാന്ന്. അപ്പം മുസന്നിഫിന്റെ രണ്ടാമത്തെ മറ്റൊരു ഷെയ്ഖാണ് അത് അബൂ അലിയൻ. മൂന്നാമത്തെ ആളെ പറയുന്നതാ വൽ ഖാദി അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ വഗൈറുഹുമ, അതിന് വേറെ ആളുണ്ട്. എന്നിട്ടോ ഖാൽ ഹദ്ദസന അബുൽ വലീദിൽ ഖാദി, അവിടത്തേക്ക് എത്തി എല്ലാവരും കൂടി. അതെ, അബൂ ദർദിൽ ഹിറബി അവിടെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ അബൂ അലി പറഞ്ഞ് അബൂ അബ്ദുറഹ്മാൻ അടുത്തേക്ക് ഒന്ന് കാലു ഹദ്ദസന അബുൽ വലീദിൽ ഖാദി ഖാല ഹദ്ദസന അബൂ ദർ. അപ്പൊ 3 ആൾക്കും അവിടെ മാറ്റം ഉണ്ടാവില്ല. ഖാല ഹദ്ദസന അബൂ മുഹമ്മദിൻ വ അബൂ ഇസ്ഹാഖ്, അവിടെ 2 ആളുണ്ട്. അതന്നെ അബൂദറിലേക്കല്ലേ നമുക്ക് എത്തേണ്ടത്. അബൂദറിലേക്ക് എത്തിച്ചവിടെ വെച്ചില്ലേ, നമുക്ക് ചൊർക്കള ജംഗ്ഷനിൽ എത്തേണ്ടത്. അബൂദറിന്റെ അപ്പുറത്തേക്ക് വയ്ക്ക്. അവിടെ അബൂദറിന് ശേഷം അബൂ മുഹമ്മദ് അബൂ ഇസ്ഹാഖ് 2 ആളുണ്ട് അല്ലേ, 3 ഉണ്ട്. അബുൽ ഹൈസം ഉണ്ട്. അവൻ്റെ അപ്പുറം ഹദ്ദസന ഫിറബരി എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമിന്റെ ശിഷ്യനാണ് ഫിറബരി. حدثنا البخاري حدثنا عبد العلاء بن حماد
അതൊക്കെ ബുഖാരി ഇമാമിന്റെ മശൈഖുമാറാണ്. قال حدثنا يزيد بن زريع قال حدثنا سعيد عن قتادة عن أنس بن مالك رضي الله عنه. സനദ് പൂർത്തിയായി. അന്ന അഹ്ലൽ മദീനത്തി ഫസിഉ മറത്തൻ, മദീനക്കാർ ഭയങ്കരമായ ഒരു പേടിയിലായി. എന്തോ ഒരു അപകടം എന്താണ് സംഭവിക്കാൻ വന്ന. അപ്പോൾ ഇത് അന്വേഷിക്കണം. ഫറകിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറസൽ അബീ തൽഹ, അബൂ തൽഹ ഒരു കുതിരൻ്റെ മുകളിൽ തങ്ങൾ യാത്ര ചെയ്തു. ആ കുതിരക്ക് എന്താ കുഴപ്പമൊന്നുമില്ല. കാല യക്തിഫു എന്ന് പറഞ്ഞാൽ യാത്ര അതിന് സ്പീഡ് കിട്ടില്ല. ഇങ്ങനെ അതിനപ്പുറത്ത് ഖുതൂഫൻ എന്ന് പറയുന്നത്. പക്ഷെ കലീൽ സൈന് മുത്തക്കാരിബിൽ ഖുത്താൻ, ഇങ്ങനെ പതുക്കെ നടന്നിട്ട് എപ്പെങ്കിലും എത്തുക. അതാണ് കാന യക്തിഫു. അല്ലെങ്കിലോ കാന യക്തിഫുക്ക് പകരം ഔ ബിഹി കിതാബിൻ, രണ്ടും തന്നെ. അല്ലാന്താ ഒരു യാത്രയിൽ ഒരു മന്ദത ഉണ്ടായിരുന്നു. വക്കാല ഖൈറുഹു യുബത്തഉ, അപ്പോൾ രണ്ടിൻ്റെയും കൂടി അർത്ഥം തന്നെയാണ് യുബത്തഉ എന്ന് പറഞ്ഞാൽ യാത്രക്ക് ഇറങ്ങിയാൽ ഈ വേഗമൊന്നും എത്തൂല, മെല്ലെ മെല്ലെ നടക്കുകയാണ്. അപ്പം ഈ കുതിരപ്പുറത്താണ് തങ്ങളെന്താ പോയത്, അന്വേഷിക്കാൻ പോയത്. എന്താ പേടിൻ്റെ കാരണം, ആരാണ് ശത്രുക്കൾ വന്നോ? ഫലമ്മ റജഅ, മടങ്ങി വന്നപ്പോൾ കാല, ഞങ്ങളെന്താ പറയുന്നത്, വജദിന ഫറസക ബഹ്റാൻ, അവിടെ നമ്മൾ ചർച്ച. ഇത് നടക്കാൻ കഴിയാത്ത കുതിരയില്ലേ, അതൊരു ബഹ്റായിട്ടാണ് എനിക്ക് എത്തിച്ചത് എന്ന്. എന്താ ബഹ്റ എന്ന് പറഞ്ഞാൽ തഹ്ഖീഖുഹു അന്ന മശിയഹു ഹസനുൻ, അതിന് നടത്തം നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ കുതിരനെന്താക്കിയെന്നറിയോ, ബഹറിനോട് തഷ്ബീഹാക്കിയിട്ട് ഇസ്തിയാറത്താണ്, നിന്റെ കുതിര ബഹറാണെന്ന്. എന്തിൻ്റെ അർത്ഥം എന്താന്ന്? അപ്പോൾ അതിനെന്താക്കണം, ഇസ്തിയാറത്ത് വരുമ്പോൾ വജഹ്ശബഹോട്, എന്ത് കാരണത്താൽ, അതാണ് കൽ ബഹരി, ബഹർ പോലെ. എങ്ങനെ ഷിദ്ദത്ത് ജറിഹി, അതിൻ്റെ സ്പീഡ് ഭയങ്കര, കടല തിരയടിക്കുമ്പോട്ടെ. വഅദ്ബിഹി ബിസുഹൂലത്തി ഇസ്തിആറത്തുൻ തസ്രീഹിയത്തുൻ. തസ്രീഹ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചിട്ടുള്ള ഇസ്തിആറത്തല്ല, നേർക്ക് നേരെ നിന്റെ കുതിര കടലാകുന്നു എന്നാ പറഞ്ഞു. അതെ. അപ്പം ഈ പറച്ചിലിന് ശേഷം തങ്ങൾ കയറി പറഞ്ഞല്ലോ, അതാ എന്താ തബഹറ ഫുലാനുൻ ഫീ ഇൽമിഹി എന്ന് പറയും. ഈ ബഹറിനോട് തസ്ബീഹാക്കാനുള്ള കാരണം പറയുന്നത്, ഇന്നാളൊരാൾ ഇൽമിൻ്റെ വിഷയത്തിൽ ബഹറ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഓട്ടത്തിൻ്റെ വിഷയത്തിൽ, സ്പീഡിൻ്റെ വിഷയത്തിൽ നിന്റെ കുതിര ഒരു ബഹറാണ്. ഫക്കാന ബഅദു, തങ്ങളെ ആ യാത്രയും അതോടെ ഈ പറച്ചിലും വന്നപ്പോൾ എന്തായിന്ന് പറഞ്ഞാൽ അത് ശരിയാ യുജാറ, അതിനെ മറികടക്കാനായിരിക്കും തയ്യാറില്ല, അത്ര സ്പീഡാണ്. അതിൻ്റെ കൂടെ ഒന്നിച്ച് നടക്കലാണ് യുജാറ എന്ന് പറയാം. ഒന്നിച്ച് നടക്കാൻ കഴിയില്ല, അത് ഓടിച്ചങ്ങെത്തിയില്ലേ. യുജാരി ഹാദിഹി സ്വലാത്ത ഫൈദുഹു വഫളലുഹു എന്ന് പറഞ്ഞാൽ എന്തിനാ മശീഷിയിലല്ലേ, വസലാമൻ യുജാരി ഹാദിഹി സ്വലാത്ത ഫൈദുഹു വഫളലുഹു. ഈ സ്വലാത്തിനോടൊപ്പം തന്നെ എന്താക്കണോ, സലാം അങ്ങ് നടക്കണമെന്നല്ല അറിയുന്നത്. ജറ എന്ന് പറഞ്ഞാൽ നടന്ന്, ജാറ എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി നടക്കുമ്പോൾ എന്താകും, രണ്ടാളും സ്പീഡ് ഒരുപോലെ. പക്ഷെ ഇതിൻ്റെ സ്പീഡ് മികച്ചാൽ അതോടെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ, ആ കുതിരൻ്റെ സ്വഭാവം തന്നെ മാറിയെന്ന് ഇപ്പം പറഞ്ഞു വന്നത്. ഇനി അത് തീർന്ന് മറ്റൊരു സംഭവം, ചിലത് മൂപ്പർ വളരെ ചുരുക്കും. അപ്പം എന്താക്കും, സീറയിൽ കൂടി ആയിരിക്കും അത് കിട്ടുക. വനഹസ ജമല ജാബിരിൻ, ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തിന് ഇങ്ങനെ ഒരു കുത്തു കൊടുത്തു. നഹസ എന്ന് പറഞ്ഞൊരു അതാ ഫീ ജംബിഹി ഔ നഹബിഹി ബിഊദിൻ ഔ നഹബി, ഒരു കൊള്ളി കൊണ്ടോ മറ്റെന്താക്കും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു തോണ്ട് കൊടുക്കുക. എപ്പോഴാണത്, വക്കത് അയ്യ, നടക്കാൻ കഴിയാതെ അത് ക്ഷീണിച്ച് തളർന്നു പോയിരുന്നു ഏത് ഈ ഒട്ടകം. നശിത്ത, അപ്പം തന്നെ നല്ലൊരു നശാത്ത് വന്ന് പിന്നെ അതിൻ്റെ കടഞ്ഞാൻ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉഷാറും ഓടിയിട്ട് മൂക്കിലിട്ട കാര്യമുണ്ടല്ലോ, അത് തന്നെ കൈമൽ ഒതുക്കാൻ കഴിയാത്ത രീതിയിൽ. ഇനി ഇത് ജാബിർ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ ആവശ്യമാണ്.
ഇനി വസനഅ മിസ്ല ദാലിക ബിഫറസിൻ ലിജുഐലിൽ അശ്ജഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുതിര ഉണ്ടായിരുന്നു, അതിനും അപ്രകാരം തന്നെ ചെയ്തത്. പക്ഷെ ജാബിർ തങ്ങൾക്ക് ഒട്ടകാണ്, ഇവിടെ കുതിരയാണ്. അവിടെ എന്താ ചെയ്തത്? ഖഫഖഹ ബിമിഖ്ഫഖത്തി മഅഹു, തങ്ങളുടെ കൂടെയുള്ള ഒരു വടി, അതായത് തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് വബറക അലൈഹ, അങ്ങനെ കുതിരയ്ക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആരുന്നു. പിന്നെ നോക്കുമ്പോൾ ഫലം യംലിക് റഅസഹ നശാതൻ, അതിൻ്റെ ഉന്മേഷ ഉഷാരം കൊണ്ട് അതിൻ്റെ തല കൺട്രോളാകും. എന്നാൽ കടിഞ്ഞാണ് ഇതിലുണ്ടല്ലേ, അതിൻ്റെ തല നിയന്ത്രിക്കാൻ കഴിയാണ്ടായി. അപ്പം അതിലേക്ക് നോക്കിയിട്ട് ആ മിഹ്ഫഖത്തോട്ട് കുത്തിയുണ്ട്. രണ്ടാമത് ബറക്കത്തോട്ട് ദ്വാരമെന്നാ പറഞ്ഞത്. ഇതാ പറഞ്ഞു വബാഅമിൻ ബത്നിഹ, അതിൻ്റെ പ്രസവത്തിൽ നിന്ന് വിറ്റിട്ടുണ്ട് ബിസ്നി അശറ അൽഫൻ, 12,000 കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട്. അതെന്താ? ബറക്കാൻ്റെ ഫായിദ. ഇനി അതാണ് തീർന്നത്. ആ ഹിമാറൻ, ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. അതും അതാണ് ഖതൂഫൻ എന്ന് പറയുന്ന, നേരത്തെ കാന യക്തിഫു എന്ന് പറഞ്ഞ മാതിരി യാത്ര സ്പീഡ് കിട്ടൂല. ആരതാണ്? സഅദ് ബിൻ ഉബാദ തങ്ങളുടേതാണ് ആ സാധനം. എന്നിട്ടോ അത് യാത്രയെ തിരിച്ചു കൊടുത്ത് ഫറദ്ദഹു, മടക്കി കൊടുത്ത്. എങ്ങനെ? ഹിംലാജൻ, ഹിംലാജ് എന്ന് പറഞ്ഞാൽ പാരസി ഭാഷയിൽ വരും. മാ യുസ്റഉ മശീഹു വയക്സുറു നഖലുഹു, എന്താക്ക് വളരെ സ്പീഡും അതിനോട് എന്ത് ചരക്ക് വെച്ചാലും അതിനോട് വെയിറ്റ് തോന്നൂല. ലാ യുസായറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനായില്ല. നേരത്തെ പറഞ്ഞ ലാ യുജാറ എന്ന് പറഞ്ഞാൽ അതേ പറഞ്ഞ് സൈദ് എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ ജയിക്കാൻ കഴിയൂല. അപ്പോൾ ഇവിടെ തങ്ങൾ ഉപയോഗിച്ചത് തൊട്ടത് വിഷയത്തിനാണ്. ഇനി അടുത്തത് വക്കാനത്ത് ഷഅറാത്തും മിൻ ശഅരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ മുടിയിൽപ്പെട്ട കുറച്ച് മുടിയുണ്ടായിരുന്നു. ഈ കലൻസുവത്ത് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊപ്പിയിൽ. ഇത് മാത്രമോ കേട്ടതാണ്. ഫലം യശ്ഹദ് ബിഹ, ആ കലൻസുവത്തിൽ തൊപ്പി, ആ തൊപ്പിയായിട്ട് മൂപ്പര ഖിതാലൻ, ഏതൊരു രംഗത്തും യുദ്ധത്തിൽ വന്നാൽ ഇല്ലാ റുസിക്കൻ നസ്റ, ആ യുദ്ധം വിജയിച്ചിട്ടല്ലാതെ ഉണ്ടാകുന്നില്ല. അതാണ് തൊപ്പി തലയിൽ വീണപ്പോൾ മൂപ്പർ ആ തൊപ്പി വരുന്ന മതി. ആ തൊപ്പിക്ക് വേണ്ടിയിട്ടല്ല, അതിൽ തങ്ങളുടെ മുടിയുണ്ട്, അതുകൊണ്ട് നിലത്ത് പോകാൻ പറ്റൂല. യുദ്ധം നിർത്തിവെച്ചിട്ടാണ് പരിചയത്. ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനത്തെ 1000 തൊപ്പി വേണം ഞമ്മ മായിത്തരാ, തൊപ്പിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നു. പക്ഷേ ആ തൊപ്പിൻ്റെ നാത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന്, വഫി സഹീഹി അൻ അസ്മാഅ ബിൻതി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുമാ, അതാണ് ആയിഷ ബീബിയുടെ അടുത്തെത്തി, അന്നഹ അഖറജത്ത് ജുബ്ബത്തൻ തജാലിസ, തജാലിസ എന്ന് അതിൻ്റെ ഒരു കമ്പനി പേരായിരുന്നു. അങ്ങനെ ഒരു ജുബ്ബ എടുത്ത് കാണിച്ചു കൊടുത്തു. വഖാലത്ത്, എന്നിട്ട് അസ്മാ ബീബി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ യൽബസുഹ, അത് ധരിക്കാറുണ്ട്. അത് ആയിഷ ബീബിൻ്റെ അകത്ത് കിട്ടിയതാകണം, ഏട്ടത്തിയല്ലേ. ഫനഹ്നു നഗ്സിലുഹ, നമ്മ എന്താക്കും? അത് കഴുകും വെള്ളത്തിലിട്ടിട്ട്. ലിൽ മർള, രോഗികളായ ആളുകൾക്ക് വന്നാൽ കഴുകിയിട്ട് ആ വെള്ളം കൊടുക്കും. നസ്തശ്ഫി ബിഹാ, അതുകൊണ്ടാണ് നമ്മൾ ഷിഫാന തേടൽ, വേറെ മരുന്നൊന്നും വേണ്ട. അപ്പം വലിയാൾ ഉപയോഗിച്ച സാധനം കൊണ്ട് എന്താക്കും? ബർക്കത്തെടുക്കലുണ്ട്, ഷിഫ തേടലുണ്ടെന്ന് ഇപ്പം പറഞ്ഞു വന്നത്. നിങ്ങൾ ബർക്കത്ത് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താന്ന് ഇപ്പം പറയുന്നുണ്ടല്ലോ. മൊത്തക്കം പറഞ്ഞു, നിങ്ങളെ ബർക്കത്തിൽ നമുക്ക് വിശ്വാസമില്ല. وحدثنا القاضي أرن أبو علي عن شيخه أبي القاسم بن مأمون قال, أبو القاسم പറയുന്നു, وكانت عندنا قصعة, നമ്മൾക്കൊരു ഒരു പ്ലേറ്റ് ഉണ്ട്, മിൻ ഖിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ പാത്രങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്ലേറ്റ്. ഫകുന്നാ നജഅലു ഫീഹൽ മാഅ, അതിലെന്താക്കും? നമ്മൾ വെള്ളൊഴിക്കും. ആർക്ക്? മർള, രോഗികൾക്ക് വേണ്ടിയിട്ട്. ഫയസ്തശ്ഫൂന ബിഹ, അതുകൊണ്ട് എന്താക്കും? രോഗങ്ങൾക്ക് ശിഫാനത്തോടും.
അപ്പോൾ ഖാദി അബുൽ അലിയിൽ അവിടത്തേക്ക് സനദ് മൂപ്പർ തീർത്ത് പറഞ്ഞിട്ടില്ല. വാഹദ ജഹ്ജാഹുൽ ഖിഫാരി എന്ന് പറഞ്ഞ ആളെന്താക്കിയെന്നറിയോ? അൽ ഖലീബ, ഒരു വടി വാങ്ങി. മീൻ യദി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വക്കൽ നിന്ന്. ജഹ്ജാഹ് അതല്ല തർലിത്ത് വേണ്ട, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വക്കൽ നിന്ന്. എന്തിനാൽ യക്കിസ്റോലാർക്കും ആ വടി ഞാൻ എന്താക്കി ഇങ്ങനെ മുട്ടും വെച്ച് പൊട്ടിക്കുന്നു. ഫസാഹന്നാസുബിഹി, അപ്പോൾ ജനങ്ങളെന്താക്കി അത് കണ്ടിട്ട് ഒച്ചയും തുടങ്ങി. ഒരു കുറ്റംകെട്ട പണി എടുത്തിട്ട് നോക്കുമ്പോൾ ഫഹദത്തുൽ അഖിലത്തോ, അയാൾക്ക് ക്യാൻസർ പിടിച്ച്. ഫീഹ, ഇതിന് ആ റുക്കുമത്തിൽ ഫഖതഹ, ആണെന്ന് മുറിക്കേണ്ടി വന്നതാണ്. ഫമാത ഖബലൽ ഹാലി, ഒരു കൊല്ലത്തുന്നതിന് മുമ്പ് അയാൾ പോവുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പം എന്തുണ്ട്, തങ്ങളെ ഖാദിമാണല്ലോ ഉസ്മാൻ, അപ്പോൾ ഓരോ വക്കൽ നിന്നുള്ളതിന് തന്നെ ഈ ഫലം കണ്ടു എന്ന് പറയുമ്പം വസകബ മിൻ ഫദ്ലി വദൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ഒന്നുണ്ടാക്കിയ ബാക്കി വെള്ളം ഉണ്ടായിന്, അതൊഴിച്ച് ഫീ ബിഇരി ഖുബാ, ഖുബായിലുള്ള കിണറിൽ. ഇപ്പം വെള്ളം ആ കിണറുണ്ടാ? അതായിരിക്കൊന്നും തെളിയുന്നില്ല. അപ്പം നോക്കാൻ കഴിയില്ല, കിണർ മൂടിയില്ലേ? അല്ല, തോട്ടത്തിലുള്ള കിണറാണോ? അതിപ്പോ അത് അങ്ങനത്തെ ഉണ്ടാ? ആടോ പമ്മാറുണ്ടാക്കിയിട്ടതാണ്. അല്ല, പള്ളിയുടെ അരിയത്തുള്ള ഖാത്തമ വീണത് മൂടിയില്ലേ? അവിടെ അടയാളം വെച്ച്. ഞാൻ പഴയ കാലത്തുള്ള അവസരത്തിൽ ഒരു അര ഉണ്ടായിരുന്നു, ചുറ്റു കെട്ടിയിട്ട് ഇങ്ങനെ എത്തി നോക്കാം. പക്ഷെ ഇപ്പൊ അതുമില്ല. ഇല്ല, നല്ലത് കിണറിന്റെ ഇതും ബട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം എന്താ ഫമാ നസഫത്ത് ബാദു, പിന്നെ ആ വെള്ളം വെച്ചാറില്ല, എത്ര കോരിയാലും തീരൂല. അത് മങ്കത്ത മാവുക, അതിൻ്റെ വെള്ളം മുറിയിലില്ല. ഇങ്ങനെയുണ്ട് ചില വെള്ളം. എന്ത് ക്ഷാമം വന്നാൽ നിലാമറ്റത്തെ വെള്ളത്തിന് ഒരു മാറ്റമില്ല. നാട്ടുകാർ തേച്ച് നാൾ ക്ഷാമം വന്നപ്പോൾ നാട്ടുകാർ ലോറിക്കത്തെ കടത്തിക്കൊണ്ട് പോക്ക്. എന്നാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ആകെ ഒരു കോല് ഒരു കിണറിൽ തങ്ങൾ തുപ്പി. എവിടെയോ കിണർ? കാനത്ത് ഫീ ദാരി അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. ഫലം യകുംബിൽ മദീനത്തി അഅ്ദബ മിൻ, അതിനാക്കാണ് കുടിക്കാൻ രസകരമായ ഒരു വെള്ളം മദീനയിൽ വേറെ ഇല്ല. അൽമും ഫുറാത്ത് എന്ന് പറയും, കുടിക്കാൻ വളരെ രുചികരമായ ആ വെള്ളം ഇനി അതിനാക്കാണ് മദീനത്ത് വേറെ ഇല്ല എന്നാണ്. അതും ഇപ്പം കാണൂല, അല്ല പള്ളിപ്പെട്ടുമില്ലേ. വമറ അലാ മാഇൻ, ഒരു വെള്ളത്തിനെ പറ്റി അതിൽ കൂടി നടന്നുപോയി. ഫസഅല അൻഹു, ആ ഏതാ വെള്ളം എന്താണ് അതിനെപ്പറ്റി ചോദിച്ചു. ഫഖീല ലഹു, അപ്പം പറഞ്ഞ് ഇസ്മുഹു ബൈസാൻ എന്നാണ് ആ വെള്ളത്തിൻ്റെ കിണറിൻ്റെ ആ പേര് എന്ന് പറഞ്ഞു. മാത്രമല്ല വമാഉഹു മിൻ, അതിൽ ഉപ്പ് വെള്ളമാണെന്നും പറഞ്ഞു. ഫഖാല, തങ്ങൾ പറഞ്ഞു ബൽ ഹുവ നഅമാൻ, ബൈസാൻ പേര് മാറ്റുക, നഅമാൻ എന്ന് പേരാക്കുക. വമാഉഹു തയ്യിബൻ, അതിലെ വെള്ളം ശുദ്ധ നല്ല തയ്യിബായ വെള്ളമാണ് എന്ന് പറഞ്ഞ് ഫതാബ, പിന്നെ അങ്ങനെ നന്നായി. ഔലിയാക്കൾക്ക് ഉണ്ടാകും. കുഞ്ഞഹമ്മദ് ഷേഖ് കുളിക്കുന്ന നിന്റെ മാങ്ങക്ക് എന്തൊരു മധുരാന്നോടോ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ക്ലിയറില്ലേ. പുറത്തിലുണ്ടായിന് വലിയ മാവ്. ഇപ്പം മാവ് ഉണ്ടോയെന്നറിയില്ല, മദ്രസൻ്റെ പരിസരത്താണ്. ഭയങ്കര പുളി, ഇത്ര വലിപ്പുണ്ടാകുമല്ലോ കയ്യിൽ ഒതുക്കൊന്ന് വാങ്ങാൻ. അപ്പോൾ ഈ മൊളി മാറ്റിയിട്ട് മധുരാക്കണം. അതിനെന്താ പണി? കുഞ്ഞഹമ്മദ് ഷേഖിന് തട്ടി വയ്ക്കാം. എന്നിട്ടും പറഞ്ഞ എന്തൊരു മധുരോടോ നിന്റെ മാങ്ങക്ക്. കുഞ്ഞഹമ്മദ് ഷേഖ് നാട്ടിലുള്ള ആളാണ്, നൂഞ്ഞേരി. ഇനി മറ്റൊന്ന്, സംസം വെള്ളത്തിൻ്റെ ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് തങ്ങളതിനെ തുപ്പി. ഫസാറ തത്വബ മിനൽ മിസ്കിന, മിസ്കിനാക്കാണ് സുഗന്ധമാണ് വെള്ളത്തിൽ. വഅതൽ ഹസന വൽ ഹുസൈന റളിയല്ലാഹു അൻഹുമാ, രണ്ട് പേരമക്കളല്ലേ,
ലിസാനഹു തങ്ങളെ നാവ് കൊടുത്തിട്ട് പമസ്സാഹു അവരെന്താക്കി അതിൽ ഇങ്ങനെ കുടിക്കുകയുണ്ട്. വക്കാന യബക്കിയാനി അത്യാവശ്യം ദാഹം വന്നിട്ട് രണ്ട് മക്കളും കരയുകയായിരുന്നു. അപ്പം അതോടുകൂടി സക്കത്ത അവർ കുടിച്ചിട്ട് സമാധാനിച്ച് ഇനി ദാഹമില്ല. വക്കാലല്ലേ ഉമ്മി മാലിക്കൻ റളിയല്ലാഹു അൻഹു ആ ബീവിക്കുണ്ട് റുക്കത്തുൻ എന്ന് പറഞ്ഞാൽ നെയ്യെല്ലാം വിളമ്പുന്ന ഒരു പാത്രം. തുഹദി ഫീഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുക്കും, അതിൽ നിന്ന് സബ്ന നെയ്യ് അങ്ങ് കൊടുക്കും. അമറഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മ മാലിക്കിനോട് കൽപ്പിച്ച് എന്താ അല്ലാ താശര അതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പാടില്ല. അവരൊന്നും ചെല്ലു പറയലുണ്ടല്ലോ, ആളെ നോക്കാൻ പാടില്ല, കമത്തി വെക്കാൻ പാടില്ല എന്നൊക്കെ. എന്നിട്ട് ആ വൃക്കത്തുണ്ടല്ലോ അത് തിരിച്ചു കൊടുത്തു. നോക്കുമ്പോൾ ഫൈദാഹി മംലൂഅത്തുൻ സമ്ന എപ്പോഴും നിറയെ നെയ്യുണ്ടാവും. എത്ര വരെ ഫയഹ്തിഹ ബനുഹ മക്കൾ ഉമ്മഅടുത്ത് വന്നിട്ട് യസ്അലൂനഹൽ ലുദുമ റൊട്ടിക്കും മറ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കും. വലൈസ ഇൻദഹ ശൈഉൻ അതിന് കൂട്ടാൻ കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫതഅമിദു ഇലൈഹ തങ്ങൾ തന്ന പാത്രം ഉണ്ടല്ലോ ആ നെയ്യിൻ്റെ അതിലേക്ക് ഫതജിദു ഫിഹാ സമ്നൻ അവിടെ നെയ്യുണ്ടാവും, എപ്പം വേണമെങ്കിൽ കൊടുക്കാം. ഫകാനത് തുഖീമു ഉദുമഹ എന്നാക്കും പിന്നെ കൂട്ടാൻ ആവശ്യമില്ല, അത് തന്നെ ഉപയോഗിക്കലാണ്. ഹത്ത അസ്റത്ത് അങ്ങനെ പിയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിഴിഞ്ഞാളിഞ്ഞപ്പോൾ അത് മുഖത്തിൽ അതാദ്യം പറഞ്ഞ പോലെ കേൾക്കണ്ടേ. വക്കാന യൻഖുലു യത്ഫുലു ഫീ അഫ്വാഹി സിബിയാനിൽ മറാദിയി മുല കുടിക്കുന്ന ചെറിയ കുട്ടികളെ വായിൽ തങ്ങൾ തുപ്പും. അപ്പോൾ ഫയുജിസിഹും ദീഖുഹു ഇലൽ ലൈൽ പിന്നെ രാത്രി വരെ മുല കുടിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതിയാകും. ഇനി വമിൻ ദാലിക ബറകത്തു യദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ലമസഹു വഗറസഹു. ഇനി സംഭവം സൽമാൻ ഫാരിസിൻ്റെ നീണ്ട മണിക്കൂറുകളോളം പറയാനുള്ള ചരിത്രം. അതിൻ്റെ അവസാന ഭാഗം എടുത്ത് എന്താന്ന് മോചിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പം മോചനത്തിൻ്റെ വഴിയില്ലാത്ത രീതിയിലാണ് ഓരോ ഡിമാൻഡ് വെച്ചത്. ഒരു യാർഡിൽ 300 ഈത്തപ്പന നടണം, അത് അക്കൊല്ലം തന്നെ കായ്ച്ചിട്ട് അതിൻ്റെ കൊല കൊത്തിയിട്ടിടണം, ആർക്കാ സാധിക്കുക? മറ്റൊന്നോ 40 ഊക്കിയ പൊന്ന് സൽമാൻ ഫാരിസിക്ക് കൊടുക്കാൻ വല്ല ആപത്തുണ്ടോ? അത് നമ്മൾ നീണ്ട ചരിത്രം പലവട്ടം ഓതി തന്നു. ഏറ്റവും എന്ന് പറഞ്ഞല്ല, ആയിക്കോട്ടെ അള്ളാഹു വലിയവനാണ് ഏറ്റവും. ഏറ്റിട്ട് സഹാബത്തിന് റളിയല്ലാഹുവിനോട് പിരിവുണ്ടാക്കിയത് ഈത്തപ്പന ചെറിയ ചെറിയ ചെടി അരിക്കാനുള്ളതെല്ലാം കൊണ്ടിട്ട് 300 എണ്ണം ഇവിടെ സംഭാവന കൊടുക്കണം. ഓരോരുത്തരെ കുയ്യുണ്ടാക്കാൻ പറഞ്ഞ് തങ്ങൾ കൈകൊണ്ട് വെച്ച് അക്കൊല്ലം തന്നെ കായ്ച്ചു. അതിൽ ഒന്ന് ഉമർ റളിയല്ലാഹു വെച്ചുകൊണ്ട് അക്കൊല്ലം കാഴ്ച തങ്ങളെന്താക്കി അത് പറിച്ചിട്ട് വീണ്ടും തങ്ങളെ ഇട്ടിട്ട് അക്കൊല്ലം കഴിച്ചു. അതായി പറയുന്നത്. അപ്പോൾ നീണ്ട കിസ്സയുടെ അവസാന ഭാഗം കൊടുക്കിയത് ആ ജാടിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് വെച്ച ഈത്തപ്പനൻ്റെ പാരമ്പര്യം എന്തുണ്ട്? അത് 200 കൊല്ലത്തിനപ്പുറം പാരമ്പര്യം നിലനിൽക്കില്ല എന്നാണ് ഒരു അറബി പറഞ്ഞത്. അതിനെ വേണ്ടി പരിശീലനാണ് നമ്മടെല്ലാം കാണാൻ പോയിനി. അതാ പറയുന്നത് സൽമാനുൽ ഫാരിസി ഹീന കാതബ മവാലിയഹു അദ്ദേഹത്തിൻ്റെ ഉടമകളുണ്ടല്ലോ മൗല അവരോട് മോചനപത്രം എഴുതിയതിൽ അലാ 300 വദിയത്തിൻ ഈത്തപ്പൻ്റെ ചെടിയുടെ ചെറിയ കന്നിനെന്താ പറയുക വദിയത്ത് എന്ന് പറയാം 300 എണ്ണം യഗ്രിസുഹാ ലഹും അതവർക്കൊണ്ട് നടണം കുല്ലുഹാ യഅലകു വയുത്അമു ഉടനെ അത് മുഴുവനും കായ്ച്ചിരിക്കണം തിന്നാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഇതാ സാധിക്കാത്ത കാര്യം അവർ പറയുന്നത്. മറ്റൊന്നെന്താ വാല 40 ഊഖിയത്തൻ മിൻ ദഹബിൻ സ്വർണത്തിൻ്റെ 40 ഊഖിയയുമാണ് കരാറ്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഗറസഹാ ലഹു ബിയദിഹി സൽമാൻ തങ്ങൾക്ക് വേണ്ടി തങ്ങളെ കൈകൊണ്ട് തന്നെ നട്ട് ഇല്ലാ വാഹിദത്തൻ ഒന്നൊഴിച്ചിട്ട് ഗറസഹ ഗൈറുഹു അത് വേറൊരാൾ വെച്ചതെന്ന് വെച്ചാൽ ആ ഗൈറാര ഉമർ റളിയല്ലാഹു ചുരുക്കത്തിൽ മൂപ്പറെന്താക്കിയ ഹദീസ് അങ്ങനെ ഒതുക്കി. അല്ലെങ്കിൽ ഇത് എത്ര ഇത് എത്രയോ നീളുവോ. ഫഅഖദതു കുല്ലുഹാ എല്ലാം അത് കഴിച്ചു ഇല്ലാ തിൽക്കൽ വാഹിദ ഉമർ റളിയല്ലാഹു വെച്ചെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് പോരിശ ഇല്ല എന്നല്ല, ഓർക്ക് വിലായത്തിൻ്റെ മഹത്വമുണ്ട്.
തങ്ങളുള്ളത് റിസാലത്തിലാണ്. അപ്പൊ ഈ ഖാരിഖുൽ ആദത്ത് വേണ്ടതെന്നാണ് റിസാലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് എന്തില്ല, അമര തങ്ങൾക്ക് എന്തില്ല, വിലായത്തില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് കറാമത്തില്ല എന്നോ വരൂല. സംഗതി മനസ്സിലായാ? നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറിച്ചെടുത്ത് അവിടത്തേക്ക് തന്നെ മാറ്റി നട്ടു. അതും കഴിച്ചു. അതെ, പട രണ്ടെണ്ണുണ്ട്. ഏത് വിലായത്തുണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ വിലായത്തും നട്ടിട്ടുണ്ടല്ലോ. ഹൗസുല്ലാദമിന് തുപ്പിക്കൊടുത്താൽ മതി. നാവാൽ മോളി എന്നാണ് വിളങ്ങി ഭേദം വിളങ്ങി പാറടിച്ചാല് ഭേദാമ്പർ വായിൽ തുപ്പിക്കൊടുത്തോവർ എന്ന് പറഞ്ഞ കിസുണ്ടല്ലോ. അബ്ദുൽ ഖാദിർ ജീലാനി ചെറിയ പ്രായം. മൂപ്പറ് ഭാഷ നാട്ടിലെ ഭാഷയല്ലല്ലോ, മൂപ്പറ് അഫ്സൽ പാരിഷിയെന്ന്. കിതാബിയായ ഭാഷ എന്ന് അറബി, ഓരോ ജന്മഭാഷ ഏതാന്ന് ഫാർസി. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കാശഫയിൽ അറിയിച്ചു കൊടുക്കുന്ന എന്താ, ജനങ്ങളൊക്കെ തെറ്റി നടക്കുമ്പോൾ ഒരു ഭയന്ന് പറഞ്ഞു കൊടുക്കലല്ലേ, അവർക്ക് ഉപദേശിക്കണ്ടേ. എനിക്കതിൻ്റെ കൂടെ വിവരമില്ല നബിയെ, മാത്രമല്ല ഭാഷയാണെങ്കിൽ എൻ്റെ ഇവരുടെ ഭാഷയല്ലല്ല. എന്നാ വായി തുറക്കുന്നുണ്ട്. 7 വട്ടം തൊപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു. അതാണ് വേദാംബർ അവരുടെ വായിൽ തുപ്പിക്കൊടുത്തു. കുറേ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് സ്റ്റോപ്പായി. അപ്പൊ പിന്നെ അവിടെ സ്തംഭിച്ചില്ലേ. ഈ മദത് പോയാൽ എന്താവും, കറണ്ട് പോയാൽ മതിയില്ലേ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ബൈർക്ക് 6 വട്ടം തൊപ്പിക്കൊടുത്തു. അപ്പൊ എന്തായിന്നറിയോ, നബുവത്തിന്റെ നാവിൽ നിന്നും കിട്ടി, വിലായത്തിന്റെ നാവിൽ നിന്നും കിട്ടി. അതെന്താ 6 ആക്കി 7 ആക്കി കൂടെ എന്ന്. അത് നബുവത്തിന്റെ മർത്തബയിൽ 7 ആക്കിയപ്പോൾ ഞാൻ താഴെയായിരുന്നു. അതുകൊണ്ട് എണ്ണം കുറച്ചത്. അപ്പൊ 2 തരീക്കിൽ കൂടി മൂപ്പർക്ക് ഫയൂദാത്തുണ്ടെന്നായി. ഇനി വഫീ കിതാബിൽ ബസ്സാരി, അത് ഹദീസിന്റെ കിതാബാണ്. അക്കൊല്ലം തന്നെ കായ്ച്ചു. എന്താ അക്കൊല്ലം എന്ന് കഴിഞ്ഞ ഹദീസിലില്ല. അപ്പൊ കായ്ക്കേണ്ട സമയത്ത് കായ്ച്ചാൽ പിന്നെ പറയാനില്ലല്ലോ. അതിനാണ് എന്താക്കിയത്, മിൻ ആമി ഇല്ലൽ വാഹിദ, ഒന്നൊഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറിച്ചെടുത്തിട്ട് അവിടെ തന്നെ വീണ്ടും നട്ടപ്പോൾ മിൻ ആമിയ, അതേ കൊല്ലം തന്നെ കഴിച്ചു. അപ്പൊ എല്ലാവരും പോലെ കഴിച്ചു. ഇനി ഏതാണ്ട് 40 നോക്കിയ വേണ്ടേ. വാഅതാഹു മിസ്ല ബൈലത്തി ദജാജ, കോഴിമുട്ടന്റെ വലിപ്പത്തിലുള്ള ഒരു സ്വർണ്ണ ഉണ്ട്, മിൻ ദഹബിൻ. അതായിരിക്കും കൊടുത്ത് സൽമാൻ തങ്ങൾക്ക്. ബാദ നദാറഹ ലിസാനി, നമ്മുടെ നാവിൽ അതിങ്ങനെ എന്തോ മന്ത്രിച്ചതോ ഓതിയതോ എന്തോ ആവട്ടെ. ഫവസന മിന്നാലി മമാലിഹി, ഉടമകൾക്ക് വേണ്ടി തൂക്കിക്കൊടുത്ത 40 നോക്കിയ, 40 നോക്കിയ അങ്ങ് കൊടുത്തു. വബഖിയ ഇൻദഹു മിസ്ല മാ അഅതാഹ, കൊടുത്ത അത്ര തന്നെ ഇവിടെ ബാക്കിയുണ്ട് അല്ലേ. അപ്പൊ സാധാരണ ആളാന്ന് പറഞ്ഞ് ഇപ്പൊ ഏത് കാലത്ത് നാട് വിട്ടു. ഞാൻ പറയും ഇതെല്ലാം കളവെന്ന് പറയും, തീർന്നു. എന്തിനുണ്ടല്ലോ എല്ലാം കളവാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ മതി. എന്ത് കാര്യത്തിനും ഞാൻ അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് അതിനൊക്കെ ഒരു സത്യം ചെയ്താൽ എന്താക്കുക, എല്ലാം ഇല്ലായ്മ ചെയ്യാലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആക്കിയിട്ടില്ല. വഫീ ഹദീസ് അനസ് ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുണ്ട്, സഖാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് കുടിക്കാൻ തന്നു ശർബത്തൻ മിൻ സവീഖിൻ, തെരിയുടെ ഒരു ശർബ. ശരിബ അവലഹ, തങ്ങൾ അതിൽ തുടക്കത്തിൽ കുടിച്ചു. ശരിബത്തു ആഖിറഹ, ഞാൻ അവസാന ഭാഗവും കുടിച്ചു. ഫമാ ബരിഹത്തു അജിദു ശിബഅഹ ഇദാ ജുഅതു, എനിക്ക് എപ്പം വിശപ്പ് വരുന്നോ ആ കുടിച്ച ആ പാനീയത്തിന്റെ ആ ശിബ അറിയും. അതവിടെ തന്നെ ഉണ്ട്. വരിയഹ ഇദാ അതിഷ്തു, എനിക്ക് ദാഹം വന്നാൽ അതിന്റെ ദാഹം തീർക്കുന്ന ഇതുണ്ടല്ലോ, സവീക്കുന്ന 2 ഉണ്ടല്ലോ, തിന്നാനും കുടിക്കാനും പറ്റുന്ന സാധനമില്ലേ. സമയത്ത് ദാഹം, കഠിനമായ ദാഹം വന്നു കഴിഞ്ഞാൽ എന്താക്കും ഞാൻ തണുപ്പ് കഴിച്ചു.
വാഴ്ത്ത ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. എപ്പോഴ് വസല്ല മഅഹുൽ ഇശാ, തങ്ങളോടൊപ്പം ഇശാ നമസ്കരിച്ചതായിരുന്നു ആര്? ഖതാദത്ത് ബിൻ നുഅ്മാൻ. ഫീ ലൈലത്തിൻ മുളിമത്തിൻ മതീറ, നല്ല ശക്തമായ മഴയുണ്ട്, ഇരുട്ടുള്ള രാത്രിയാണ്. ഓർക്കെന്താ കൊടുത്ത? റുജൂലൻ, ഒരു കൊള്ളി, ഒരു മറീൻ്റെ കൊള്ളി എന്ന് പറയാം, ഒരു മട്ടലി. വക്കാല, എന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലേക്ക് ബിഹി, ആ ഇരുട്ടത്ത് നീരോഴി പോയിക്കോന്നു. ഫഇന്നഹു സയുദീഉ ലക മിൻ ബൈനി യദൈക 10 വമിൻ ഖൽഫിക 10. നിന്റെ മുമ്പിൽ 10 ആൾക്ക് അത് വെളിച്ചം കാണിച്ചു കൊടുക്കും, ബേക്കിൽ നിന്ന് വരുന്ന 10 ആൾക്കും ഉണ്ടാക്കും വെളിച്ചം കൊടുക്കും. ഒരു ഉപകാരം. ഫൈദാ ദഖൽത ബൈതക, നിന്നെ പുരയിൽ കയറിയ ഫസതറ സവാദൻ, ഒരു കറുത്ത സാധനം കാണാം. അതിനെന്താക്കണം? ഫളിരിബ്ഹു, അത് ഈ വടി കൊണ്ട് അടിക്കണം. അതെന്താ? ശൈത്താനാണ്. അടിച്ചും കുടിക്കണം. ഹത്താ യഖ്റുജ, അത് പോകുന്നവരെ അടി കൊടുക്കുക. ഫഇന്നഹു ശൈത്താൻ, അതൊരു ശൈത്താനാണെന്നും പറഞ്ഞു. ഫന്തലക്ക, ഏതായാലും അത് ഖതാദ ആ വടി വാങ്ങിയിട്ട് പോയി. ഫളാലഹുൽ റുജൂൻ, ആ കൊള്ളി പ്രകാശിക്കാൻ തുടങ്ങി. ഹത്താ ദഖല ബൈതഹു, വീട്ടിലെത്തുന്നത് വരെ പ്രകാശിച്ചു. മറ്റൊന്ന് ഏതാണ്? ഫരീജ്, കറുത്ത സാധനം കാണാന്നാ. അപ്പൊ വജദ സവാദ, ആ കറുത്ത സാധനം കണ്ട് ഫളറബഹു ഹത്താ ഖറജ, അടിച്ചങ്ങ് ഓടിച്ചു. ഇനി വമിൻഹ, മറ്റൊരു സംഭവം, ദഫ്ഉഹു ലിഉകാശത റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. ജിദ്ല ഹതബിൻ, ഒരു വിറകിൻ്റെ കൊള്ളി, അതായത് അത് കത്തിക്കാൻ പറ്റുന്ന ഒരു വിറകാന്ന്. വക്കാല ഇദ്രിബ്ബിഹി, നീ ഇതുകൊണ്ട് യുദ്ധം ചെയ്തോ പറഞ്ഞിട്ട്. എപ്പോഴാണത്? ഹീനം കസത സൈഫുഹു, ഉകാശ തങ്ങളെ വാള് പൊട്ടിപ്പോയി, പിന്നെ വാളില്ല. നെയ് ഇതെടുത്തിട്ട് യൗമ ബദരി. ഫസാറ ഫീ യദിഹി സൈഫൻ സാരിമ, നല്ല മൂർച്ചയുള്ള വാളായിട്ട് അങ്ങോട്ട് മാറി. ഇതാണ് ഇത് ഇൻഖിലാബുൽ അഹ്യാൻ എന്ന് പറയും. തവീലൽ ഖാമ, അതിനാവശ്യമായ നീട്ടമുണ്ട്, നീളം. ചെറിയ പീശക്കത്തിയായ യുദ്ധം ചെയ്യാൻ കഴിയില്ല, അത് അടക്കം ഒലിക്കാനല്ലേ പറ്റുള്ളൂ. അബിയത, നല്ല വെളുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നുന്നു. ഷദീദൽ മത്തനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്കുണ്ടല്ലോ, അത് നല്ല കടുപ്പമുണ്ട്. തച്ചുമ്പോൾ വായ ഒടിഞ്ഞു പോകുന്നതല്ല. ചെറുതുണ്ടല്ലോ, 2 കൊത്തുകൊത്തുമ്പോഴേക്ക് വായ ഇങ്ങനെയാകില്ലേ. കത്തിയെടുക്കാൻ കണ്ടുവരും. മഹാസമുദ്രത്തിൽ ആഞ്ഞു വെട്ടിയാൽ ഇങ്ങനെ മുറിച്ച് പോയി പോകില്ല എന്ന് പറയും. കേടുന്നാൾ എന്ത് ചെയ്യുക? നല്ല കത്തിയാണ്. കുറച്ചൊക്കെ വലിയ മഹാസമുദ്രത്തിൽ വിട്ടിയാൽ കത്തിനെ മുറിച്ച് പോകും, വെള്ളത്തിൽ ദൈവത്തുന്നത്. നല്ല തന്നെയാ, പിടിക്കുമ്പോൾ പടക്കുന്നതാണ്, പിടിക്കുമ്പോൾ പടക്കുന്നത്. പിന്നെ ചുടുമ്പം ചൂടുണ്ട്, മാട്ടൂർ നമുക്കൊരാൾക്ക് പേരന്നിട്ടുണ്ട്, ചുടുമ്പം ചൂട്. എന്താണ് രാവിലെ എപ്പോഴും ഉണ്ടാക്കി പഴകിയ സാധനം കൊടുത്തത് തുറന്നൊക്കെ എന്നിട്ടിങ്ങനെ മാറും. അജറ, ഇത് പൊളിച്ചനല്ല, അത് ചുടുമ്പം ചൂടുണ്ടായിരുന്നു. നിങ്ങളെ പേര് ചുടുമ്പം ചൂടുണ്ടെന്ന്. എന്നിട്ട് ഫഖാതല ബിഹി, അതുകൊണ്ട് ഉക്കാശ യുദ്ധം ചെയ്ത് സുമ്മ ലം യസൽ ഇൻദഹു, മുപ്പറ കയ്യിൽ തന്നെ വെച്ച് യശ്ഹദു ബിഹിൽ മവാഖിഫ്, എല്ലാ യുദ്ധത്തിലും അതെന്താക്കും? ഉപയോഗപ്പെടുത്തും. എത്ര വരെ? ഇല അനിസ്തു ഷഹീദ ഫീ ഖിതാലി അഹ്ലി ദിദ്ദ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറേയാൾ മുർത്തദ്ദായല്ലോ. ആ കാലത്ത് യുദ്ധത്തിൽ മൂപ്പർ ഷഹീദാകുന്നത് വരെയും അത് ഉപയോഗിച്ചിരുന്നു. വക്കാന ഹാദ സൈഫു യുസമ്മൽ ഔൻ, ആ ബാളിനൊരു പേരുണ്ട്, അൽ ഔൻ എന്ന് പറഞ്ഞിട്ടൊരു ബാള്. നമ്മൾ ജൗഹറത്തിൽ ഓതിയിട്ടുണ്ടായിരുന്നു ആദ്യം. ജൗഹറത്ത് തൗഹീദിന്റെ ശറഹ, ജൗഹറത്ത് ഓതി ഓർമ്മയില്ല, അതിലുണ്ട്. ഇനി വദഫഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വദഫഅ ലി അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് യൗമ ഉഹുദിൻ, ഇതേമാതിരി കൊള്ളി കൊടുത്ത്. അപ്പോൾ ഹൂറ അമീരടുത്തേക്ക് അപ്പോൾ നേരത്തെ വന്ന റുജൂനിലേക്കാണ്. അപ്പം 2 ആക്കായി, ഒന്ന് ഉക്കാശ, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ്, അത് ഉഹദിലാണ്. എത്തരത്തിൽ വഖദ് ദഹബ സൈഫുഹു, അപ്പോൾ അതാണ് അസീബ നഖലിപ്പുറം കൂടെ പറയുന്നതാ, അത് ലാഹിറാക്കി. ഈത്തപ്പനയുടെ ഒരു തണ്ട്, ജരീദത്തിൽ ലാ ഖൂസ അലൈഹാൻ, ഒരു തണ്ട് മാത്രം, അതിനുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പം ആ അബ്ദുല്ലാഹിന്റെ ജ്യേഷ്ഠ തങ്ങളെ കയ്യിൽ അത് ബാളായിട്ട് മാറിയുന്നു. അപ്പം ഇപ്പോഴും ലാഹിറാക്കുമ്പോൾ അല്ലെങ്കിൽ ദഫ്ഉഹു എന്ന് വായിക്കാൻ,
എന്നാൽ മുബത്തതയാക്കാം. അല്ലെങ്കിൽ ദഫാന്ന് മാതയാ ഫീലായിട്ട് വായിച്ചാൽ ഹൂ പറയുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. ബഷീറുകാർ നോക്കുന്നില്ല. ദഫ്അ മസ്തറാക്കി വായിക്കുക. ദഫ്ഉഹു അപ്പം അതിൻ്റെ ഖബർ മിൻഹാൻ്റെ മുബ്തദാ മുഅഖറായി. അപ്പം വമിൻഹ ദഫ്ഉഹു എന്നപ്പുറം പറഞ്ഞില്ലേ. ഇനി വമിൻഹു ബറകതുഹു ഫീ ദുറൂറി ശിയാഹിൽ ഹവായിൽ. ഗർഭം ധരിക്കാത്ത ആടുകൾ. ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭമുള്ളത്, ഹായിൽ എന്ന് പറഞ്ഞാൽ ഗർഭം ഇല്ലാത്തത്. അതിൻ്റെ ഇതാണ് ഹവായിൽ. ആ അതിനെന്താക്കും? പാല് നിറയുക. ബിൽ ലബനിൽ കസീർ. അതിൻ്റെ കുറേ സംഭവമാണ്. കക്കിസ്തത്തി ഷാത്തി ഉമ്മി മാബദിൻ്റെ സംഭവം അത് മുപ്പറന്താക്കി അത് ചുരുക്കി. അവ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഒജാ ഖൈമത്ത ഉമ്മി മാബദീൻ വഫിൽ ബൈത്തി മാ തമിൽ ഷാത്തും മാ തമില്ലഹും ബി ഖത്ര എന്ന് പറഞ്ഞ് അത് ഞാൻ മറ്റേ ഓതിയിട്ടുണ്ട്. പിന്നെ മുആവിയത്ത് ബിൻ സൗറിൻ്റെ ആടുകളിലും അത് നമ്മൾ കേട്ട ഓർമ്മ ഇപ്പം കിട്ടുന്നില്ല. മുആവിയത്ത് ബിൻ സൗറിൻ്റെ ആടുകളിൽ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓതിയിട്ടില്ല. അത് പിന്നീടങ്ങ് പരത്തണം. അതുപോലെ 3 അനസ് ഷാത്തി അനസ് റളിയല്ലാഹുവിൻ്റെ ആടിൽ കുറേ സംഭവങ്ങളുണ്ട്. വഗനമി ഹലീമത്ത മുർളിഅത്തിഹി തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയില്ലേ ഹലീമ ബീബി അവരുടെ ആടുകളിലും വസാരിഫിഹ അവരുടെ ഹലീമ ബീബിക്ക് കൊണ്ടെന്ത് പാല് കിട്ടിയിട്ടുണ്ട്. ഹലീമ ബീബി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ക്ഷാമം ബാധിച്ചിട്ട് പാലില്ലാണ്ട് കുഞ്ഞു ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഓർക്കും പാല് കിട്ടി, ആടുകൾക്കും പാല് കിട്ടി. അപ്പം അത് മഷൂറാണ്. അപ്പം മറ്റേ കിസ്സ നമുക്ക് കാണപ്പെടില്ലാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല. വശാത്തി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങളുടെ ആട്ടിൽ നമുക്ക് കഴിഞ്ഞാൽ ചോദിയിട്ടുണ്ട്. വക്കാനത്ത് ലം ജൻസു അലിഹ ഫഹലുൻ. ആ ആടിൻ്റെ അവസ്ഥ എന്താന്ന്? അതിൽ കൂറ്റനടിച്ചിട്ടൊന്നുമില്ല, ഹവായിലാന്ന്. ഇനി മറ്റൊന്ന് വശാത്തിൽ മിഖ്ദാദ് റളിയല്ലാഹുവിൻ്റെ ആട്ടിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം 3 സംഭവം നമുക്കിപ്പം മൂപ്പർ ചുരുക്കിയതാണ്. ഏതെല്ലാം? ഒന്ന് മുആവിയത്ത് ബിൻ സൗർ, അനസ് റളിയല്ലാഹു അൻഹു, പിന്നെ മിഖ്ദാദ്. മറ്റേ 3 നമുക്കറിയുന്നുള്ളൂ. അതിനോടെങ്കിൽ 3 വരും. ഇനി വതസ്വീദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കുള്ള ഭക്ഷണം കൊടുക്കും. സാദ് എപ്പോൾ സിഖാ മാഇൻ ഒരു പാത്രം വെള്ളം. ബാദൻ ഔക്കാഹു അതെന്താക്കി നിറയോ നിറച്ചിട്ട് കഴിഞ്ഞ് മൂട് കെട്ടലുണ്ടല്ലോ കെട്ടിയിട്ട്. എന്നിട്ടോ വദഅഫി അതിൽ തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. ഫലമ്മ ഹദറത്തുഹുമു സ്വലാത്തു അങ്ങനെ അസ്ഹാബിമാർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ നസലൂ അവിടെ ഇറങ്ങി. ഫഹല്ലൂഹു തങ്ങൾ കെട്ടിയ പാത്രം കെട്ടയിച്ചു. ഫൈദാ ഫീഹി ലബനുൻ തയ്യിബുൻ നോക്കുമ്പോൾ അതിലിപ്പം നിറച്ച് പാലാണ് ഉള്ളത്. വസുബദത്തും ഫീ മമിഹി അതിന് വെണ്ണയുണ്ട്. അപ്പം ഭക്ഷണത്തിനെ കിട്ടിയത്. കാരണം വെള്ളമില്ലെങ്കിൽ തേമം ചെയ്യാനോ, ഭക്ഷണം ഇല്ലെങ്കിൽ മണ്ണ് തിന്നാൻ പറ്റൂലല്ലോ. അപ്പം ഭക്ഷണമാണ് അവിടെ ആവശ്യം എന്നതാക്കും വന്നത്. പണ്ട് തീർച്ചപ്പൊടി മൈദപ്പൊടിയൊക്കെ വെച്ചാൽ ഹുസൈനിൽ ഓതിയിലല്ല. മിൻ ദിവായത്തി ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹുവിൻ്റെ ദിവായത്താണത്. ഇനി മറ്റൊന്ന് വമസഹ അലാ റഅസി ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ തടകി. വബറക അങ്ങനെ ബറക്കത്തിൻ്റെ വേണ്ടി ദുആ ചെയ്തു. എന്നിട്ടോ ഫമാത്ത ഈ ഉമൈർ ബിൻ സഅദ് മരിക്കുന്നു. വഹുവ ഇബ്നു സമാനിന് 80 വയസ്സ് പ്രായത്തിലാണ്. ആദ്യം കുട്ടിയായ കാലത്ത് തടകിയത്. ഫമാ ശാബ തല നരച്ചിട്ടേ ഇല്ല. 80 വയസ്സായിട്ടും തല നരച്ചിട്ടില്ല. വറുവിയ മിസ്ലു ഹാദിഹിൽ ഖിസസ് ഈ പറഞ്ഞൊക്കെ ഖിസ റിവായത്ത് ചെയ്തു അൻ ഗൈരി വാഹിദിൻ ഒരാളൊന്നും അല്ല, ധാരാളം. ഗൈറു വാഹിദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമല്ല. മിൻഹും സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട് റിവായത്ത് ചെയ്ത ആളിൽ. ഒരു ഷഫീമാമിന് ഇപ്പാപ്പല്ലേ. മധുരൂക്കുൻ അതു ആ ഇതുപോലത്തെ കിസ്സ റിവായത്ത് ചെയ്ത്. വകാന യൂജദു ലിഉത്ബത ബിൻ ഫർഖദിൻ റളിയല്ലാഹു അൻഹുവിനെ എത്തിക്കും തീബുൻ വല്ലാത്ത സുഗന്ധം. യഗ്നിബു തീബ നിസാഇ പണ്ടങ്ങന്മാർ തേക്കുന്ന എല്ലാ തീബിനെയും മറികടക്കുന്ന തീബ്. അതെന്താന്ന് മൂപ്പർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ
നമ്മൻ ദേശ തീബാണ് ഭർത്താവിന് ഇഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് മുൻപ് തീബ് വാങ്ങിയിട്ട് തേച്ചിട്ട് മത്സരിക്കില്ല. പക്ഷെ അതെല്ലാം മറികടക്കുന്ന തീബ് ഇവരെ കയ്യിലുണ്ട്. നോക്കുമ്പോൾ ഒന്ന് കൈമിൽ അത്രയൊന്നും തേക്കുന്ന കാണുന്നുമില്ല. ഇതെന്താ ഇത്? അതാ ലിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ബിയദൈഹി അലാ ബത്നിഹി വളഹ്രി. തങ്ങളുടെ ഷർഫാക്കപ്പെട്ട കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതാക്കിയിട്ടുണ്ട്, പള്ളക്കും പട്ടിന് തടയി കൊടുത്തതാണ് അതിൻ്റെ കള്ളി. അപ്പുറക്ക് രോഗം വന്നിട്ട് പോയതാ. നമ്മൾ എതിരൊതിന് മിഥിലയിൽ ഓതിയിട്ടുണ്ടായിരുന്നു. ഒരു രോഗം വന്ന് നന്ദിയാടിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്താക്കി തടയി കൊടുത്തു. ആ തടകിയതിൻ്റെ വാസനയാണ് ഇവർക്കുള്ള. അത്ര തേച്ചിട്ടല്ല. അപ്പൊ തങ്ങളെ തീയുമ്പോൾ അവർക്ക് തീപായി. നൂൽ മദ്ഹിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ താല്പര്യത്തോടെ വാങ്ങിയ ഒരു ബുക്ക് നോക്കുമ്പോൾ ഇത് ആ അദൂബിൻ്റെ ഇപ്പോൾ പരിഭാഷ. അതിൽ തീവിനെ പറ്റി പറഞ്ഞ് കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല, അതിട്ട് ക്ഷാമം, അവൻ്റെ വ്യാഖ്യാനം തന്നെ. അപ്പം എന്താക്കും, വേർപ്പ് വാസനയൊക്കെ അടക്കാൻ വേണ്ടി ധാരാളം അത്ര വാരിട്ടേക്കും, പല അത്തൻ്റെ വരും. അപ്പോൾ ഒരു കുളിച്ച മാതിരിയാക്കി. സഹാബികളൊക്കെ തോന്നി പോലോ ഇതെന്താന്ന് തടിയിൽ അടിക്കുന്ന മണാണ്. ചാട്ടമാരുണ്ടെങ്കിൽ നല്ല വീക്കായിരുന്നു. വസലത്തദ്ദമ അൻ വജ്ഹി ആയിദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തിൽ നിന്നുണ്ടാക്കി ചോര തുടച്ചു. എന്താണ് പറ്റിയത്? വക്കാന ജുരിഹ യൗമ ഹുനൈനിൻ. ഹുനൈനിൻ്റെ അന്നൊരു മുറിവ് പറ്റിയതായിരുന്നു. ആയിരിക്കും ആയിദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. എന്നിട്ടോ തുടച്ചിട്ട് വദഅ ലഹുർക്ക് ദുആ ചെയ്ത്. ഫക്കാനത്ത് ലഹു ഖുർറത്തുൻ കഖുർറത്തിൽ ഫറസ്. ഒട്ടകത്തിൻ്റെ ഈ മുമ്പിലുണ്ടാകുന്ന ഒരു കളറുണ്ടല്ലോ, അതിൻ്റെ ഖുർറ, അതിൻ്റെ ഹെജ്ജിലി എന്നതുപോലെ അവിടെ ഒരു കല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചോര നിന്ന് ഇനി വമസഹല റഅസ് ഖൈസ് ബിൻ സയ്യിദിൽ ജുദാമി റളിയല്ലാഹു അൻഹു തലയിൽ തടകി. വദഅ ലഹു അവർക്ക് വേണ്ടി ദുആ ചെയ്ത്. എന്നിട്ടോ ഫഹലക്ക എന്നുള്ള പ്രയോഗം ഇബ്നു ഉമ്മി 100 വയസ്സാകുന്ന അവസരത്തിലാണ് ആ വഫാത്തായത്. അത് ഖൈസ് ബിൻ സയ്യിദ്. വറഅസുഹു അബയദു, അവരുടെ തല വെളുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നരച്ചി. പക്ഷെ മൗലിഉ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫ് വെച്ച സ്ഥലം, വമാ മറത്ത് യദുഹു അലൈഹി മിൻ ശഅരിഹി, അതിന് തങ്ങളെ കൈ തൊട്ട സ്ഥലങ്ങളെല്ലാം മസൂദ് കറുത്ത മുടി തന്നെ ഉണ്ട്. അതുകൊണ്ട് ഫക്കാന യുദ് അൽ അഗർ, അവർക്കൊരു പേര് കിട്ടി, അഗർ എന്നൊരു പേര്. അഗർ എന്ന് പറഞ്ഞാൽ ഈ മുഖത്ത് വെളുത്ത ഒട്ടക, പിന്നെ കുതിരക്ക് അടയാളം ഉണ്ടെന്നില്ലേ ഇപ്പം, ഉറം ഹജ്ജലീനെന്ന് പറഞ്ഞില്ലേ. അവർക്കും ഉണ്ട് ഇതുപോലത്തെ ഒരു കിസ്സ. അവർക്ക് ഹദീസ് മൂപ്പരെല്ലാം ചുരുക്കി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. മസഹ വജ്ഹ ആഖർ, മറ്റൊരാളെ മുഖത്ത് തടകി. ഫമാസാല അല വജ്ഹിഹി നൂറുൻ, അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ല നൂറ് വന്നു. ആ നൂറ് എപ്പോഴും ഉണ്ടാവുന്ന മാസാല. വമസഹ വജ്ഹ ഖതാദത്ത് ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തടകി. ഫകാന ലി വജ്ഹിഹി ബരീഖുൻ, അപ്പോൾ മൂപ്പറ മുഖത്ത് ഒരു തിളക്കമുണ്ടാകും, ബരീഖ്. ഹത്താ കാന യുൻദറു ഫീ വജ്ഹിഹി, അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി. കമാ യുൻദറു ഫിൽ മിറത്തി, കണ്ണാടി നോക്കുമ്പോൾ നോക്കിയാൽ മതി. മറ്റുള്ള നടക്കുന്ന സംഗതിയിൽ മുഖത്ത് കാണാം. നമ്മൾ ഏതിലാ ഓതി എന്നാളിത്? ഇത് നിങ്ങളെ പല ബേക്കിലേക്കൂടെ ഒരാൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇവിടുന്ന് പറഞ്ഞെടുത്ത് ഏതിലാ ഓതിയപ്പോൾ ക്ഷമയില്ല. നമ്മളിവിടെ കണ്ണാടി വെച്ച അപ്പം നടക്കുന്ന സാധനം എടുക്കാണൂലേ. കൃത്യ സംഭവമുണ്ട്. ഇത് കൃത്യം എല്ലാം മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? മറ്റേ ഖസായിസ് നോക്കിയാൽ മതി. ഖസായിസ് അൽ കുബ്ര 2 മുജല്ലതുണ്ടല്ലോ സുഹൃത്തിമാമിൻ്റെ, ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ്റെ ദുബായത് കൊണ്ട് വായിക്കണമെങ്കിൽ അല്ലാൻ്റെ തൗഫീഖോടുകൂടി വായിക്കാൻ കിട്ടും അല്ലേ. അല്ലാൻ്റെ തൗഫീഖ് വേണം, പക്ഷെ പ്രത്യേക തൗഫീഖ്. അതിൽ മോനെ ഓതാല നല്ല രസമല്ലേ.
മൂപ്പർ സനത് കൂടുതൽ പറയില്ല. അതുകൊണ്ട് എന്താ ഇഷ്ടംപോലെ വിഷയം പറയാം. അവർ പറഞ്ഞിട്ടുണ്ട് ഞാനിത് മറ്റേ അംഗീകരിക്കപ്പെട്ട ഹദീസേ പറഞ്ഞുള്ളൂ എന്ന് ഏറ്റെടുത്ത് റിയാദു സാലിഹിൻ്റെ മാതിരി. ഇനി വദഅയദഹുൽ മുബാറകത ഇവിടെ അലാ റഅസി ഹൻളലത്ത് ബിൻ ഹിദിയം റളിയല്ലാഹു അൻഹു തലയിൽ തങ്ങളെ കൈവച്ച് വബറക അലൈഹി അങ്ങനെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് ഫകാന ഹൻളലത്തു യുഅതാ ബിർറജുലി ഖദ് വരിമ വജ്ഹുഹു ഈ ഹൻളലത്തിൻ്റെ അടുക്കലേക്ക് എന്താക്കുന്നു മുഖത്ത് നീര് കയറി ആളെ കൊണ്ടുവരും. വശാത്തി ഖദ് വരിമ ലർഉഹ അതുപോലെ അകിടിൽ നീര് നിറഞ്ഞ ആട്ടിനെയും കൊണ്ടുവരും. മൂപ്പറെന്താ ചികിത്സ എന്നറിയോ? ഫയൂദഉ അലാ മൗദിഇ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈ പതിഞ്ഞ സ്ഥലമുണ്ടല്ലോ ഇവരുടെ ശരീരത്തിൽ ആ തല അതവിടെ വെച്ചുകൊടുത്താൽ നീര് സുഖമായി. ഫയർഹബുൽ വറം അപ്പം നീരെല്ലാം അങ്ങോട്ട് മാറും. പിന്നെ വനദഹ ഫീ വജ്ഹി സൈനബ ബിൻതി ഉമ്മി സലമ ഉമ്മു സലമ ബീബിയുടെ മകളുണ്ട് സൈനബ ബീബി. ഉമ്മു സലമ ആദ്യം തങ്ങൾ വിവാഹം ചെയ്തതല്ലേ. നദഹത്തമ്മിമായി വെള്ളത്തിൻ്റെ ഒരു കുടയിൽ ഫമാ യുറഫു ഫീ എന്ന് കാന ഫീ വജ്ഹി ഇംറാത്തിൻ മിനൽ ജമാലി മാ ബിഹാ ഫമാ യുറഫൂന നായിബ് ഫായിലാന്ന് ഇത് മാ ബിഹ ഫമാ യുറഫു മാ ബിഹ ആ മാ ബിഹാൻ്റെ എന്താണ് മിനൽ ജമാലി അതിൻ്റെ ബയാനാണ്. അതായത് ആ സൈനബ ബീബി ബിൻത് ഉമ്മു സലമ ഉണ്ടല്ലോ അവരുടെ മുഖത്തുള്ള ജമാലിലെ മദീനത്ത് ഒരു പെണ്ണുങ്ങൾക്കും കാണാൻ കഴിയൂല. ഫമാ യുറഫു കാന ഫീ വജ്ഹി ഇംറഅത്തിൻ അപ്പോൾ ഇബാറത്ത് എങ്ങനെ ഇങ്ങോട്ട് ഒരു മുത്തറബ ഇബാറത്തായി. ഫമാ യുറഫു മാ ബിഹ തങ്ങൾ വെള്ളം കുടഞ്ഞ സൈനബ ബീബിക്ക് ഉള്ളത് കാണപ്പെടൂല അറിയപ്പെടൂല. എന്ത് കാന ഫീ വജ്ഹി ഇംറാത്തിന് ഒരു പെണ്ണുങ്ങളുടെ മുഖത്തും എന്തിനാ മിനൽ ജമാൽ. അപ്പോൾ ഈ ഭാഗത്ത് ശരിയല്ല. വമസഹ അലാ റഅസി സബിയ്യിൻ ബിഹി ആഹത്തുൻ ഒരു വിട്ടുമാറാത്ത രോഗം ബാധിച്ച ഒരു കുട്ടിൻ്റെ തലയിൽ തടകി. ഫബറഅ ഉടനെ സോക്കേട് മാറി. വസ്തവ ഷഅറുഹു മുടിയെല്ലാം ശരിയായി. അല്ല അങ്ങനെ ഒന്ന്. വാലാ ഗൈരി വാഹിദിൻ മിന സബിയാനിൽ മർളാ അത് മറ്റൊരു സംഭവമാണ്. ആ കുട്ടിൻ്റെ കഥ അവിടെ തീർന്ന്. വാലാ ഗൈരി വാഹിദിൻ മിന സബിയാനിൽ മർളാ രോഗികളായ പല രോഗികളുടെ മേലിലും ഒന്നിലധികം. വൽ മജാനീൻ അത് ഭ്രാന്ത് പിടിച്ചവരുടെ ഫബറഊഹു അവർക്കെല്ലാം സുഖം കിട്ടി. ഹൂല്ല ഫബറഊ മിന വഅതാഹു റജുലുൻ ബിഹി ഉദറത്തുൻ ഒരാൾക്ക് ഉദറത്തുണ്ട് എന്ന് പറഞ്ഞാൽ കുടലിറക്കമെന്നും പറയും മണിവീക്കമെന്നും പറയും. അതിൽ അടുക്കടുക്ക ബന്ധമുള്ളൊരു രോഗമാണ്. അത് ഇന്തിഫാഖും ഫിൽ ഹിസിയത്തൈനീൻ മണി ഇങ്ങനെ വീർത്തിട്ട് നടക്കാൻ ഭയങ്കരമായ വേദനയും നടക്കാൻ കഴിയാണ്ട്. ഫഅമറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച് അൻ യന്നഹഹാ ബിമാഇൻ വെള്ളം കൊണ്ട് കുടയാൻ പഠിച്ചു. എന്തിനാ മീൻ റസ്സിം അർജഫി ഒരു വെള്ളപ്പാത്രത്തിൽ തങ്ങൾ തുപ്പിക്കൊടുത്തിട്ട് ഇതവിടെ തെളിച്ചു വന്നു. ഫഅല ഫബറഅ അപ്രകാരം ചെയ്തു. അപ്പം തന്നെ സോക്കേട് മാറുകയും ചെയ്തു. ഇനി ഇതാ വഅൻ താഊസിൻ റളിയല്ലാഹു അൻഹു ലം യുഅതൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅഹദിൻ ബിഹി മസ്സുൻ ഭ്രാന്ത് അല്ലെങ്കിൽ ശൈത്താൻ ബാധ. മസ്സിന് സാധാരണ പറയും ശൈത്താൻ ബാധ ഉള്ള ആളുകളെ ആരൊക്കെ തങ്ങളത്ത് പോയി ആരെയും കൊണ്ടുവന്നാൽ ഫസക്ക ഫി സദരിഹി നെഞ്ഞിലൊരു കൊട്ടു കൊടുക്കും. ഇല്ലാ ദഹബൽ മസ്സു ആ മസ്സ് അങ്ങോട്ട് പോകും. വൽ മസ്സൂന്ന് നാൽ ജുനൂൻ ഭ്രാന്തിനും പറയലുണ്ട്. ഇത് കാണുന്നില്ല. അത് അധികം ഉള്ളതാ. ഇതുപോലത്തെ ഒരു സംഭവം ഇവിടെയുണ്ട്. ഫി ഖബറിൽ മുഹല്ലബ് ഇബ്നു കബാലത്താൻ്റെ അടിയുണ്ട്. അതാ മാ ബൈന ഹാസിറത്തൈന് സിയാദത്തും മിൻ നസീമി സിയാദ് നസീമി സിയാദത്തുള്ള സിയാദത്താണ് ആ ബ്രാക്കറ്റ് ചേർത്തതെന്നാണ് പറയുന്നത്. വയഗ്ലിബു അലാ ദന്നി അന്ന ഫി ഹാദൽ ഇസ്മി തഹരീഫൻ ഇതിൽ ആ മുഹല്ലബ് എന്ന് പറഞ്ഞിട്ട് കബാല ആ പേര് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന്.
അതുകൊണ്ട് ഫൈന മുല്ലാലിൽ ഖാരി റളിയല്ലാഹു അൻഹു ഫീ ശറശിഫയിൽ പറഞ്ഞ് ഹുൽബിനു എന്താണ് കുനാഫ മീൻ റിജാലി തഹ്ദീബ്. അതുകൊണ്ട് ഖീല വഹുവ സവാബു വലഅല്ലഹുമാ ഖിസ്സത്താനി. അപ്പോൾ അത് രണ്ടും രണ്ട് കിസ്സയാണെന്നാണ്. നേരത്തെ ഒരു കുട്ടീന്നേലേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടും രണ്ട് കിസ്സയാണെന്നാണ് പറയുന്നത്. വഖാല തബരി മുഹല്ലബ് ബിൻ യസീദ് ബിൻ അദി വഫദ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അക്റഉ. കഷണ്ടി തലക്കാരായ ഒരാൾ തങ്ങളുടെ അടുത്ത് വന്നതാണ്. ഫമസഹ അലാ റഅസിഹി, തല തടകിയപ്പോൾ ഫനബത ശഅറുഹു, അങ്ങനെയാന്ന് മുടി മുളച്ചെന്ന് അപ്പുറം പറഞ്ഞില്ലെന്ന്. വസ്തവാ ശഅറുഹു വമജ്ജ ഫീ ദൽവിൻ മിൻ ബീരിൻ, ഒരു കിണറിൽ നിന്നുള്ള ഒരു ബക്കറ്റ് വെള്ളത്തിൽ തങ്ങൾ തുപ്പി സുമ്മ സുബ്ബ ഫീഹ, അത് അങ്ങോട്ട് തന്നെ ഒഴിച്ച്. ഫഫാഹ മിൻഹാ റീഹുൽ മിസ്ക്. ഇതിൻ്റെ കുറേ വിശദീകരണം ഇവിടെ വരും, നമ്മൾ ദഹ്ലാനിൽ വരും. അത് മബ്സൂത്തായിട്ട് തന്നെ പറയും, അത് ലാസ്റ്റേ വരുള്ളൂ. കസ്തൂരിയുടെ വാസന അടിക്കാൻ തുടങ്ങി. വഅഖദ ഖബലതൻ മിൻ തുറാബിൻ യൗമ ഹുനൈൻ, ഹുനൈനിൻ്റെ ദിവസത്തിൽ ഒരു പൊടി മണ്ണ് വാരി. വറമാ ബിഹ വുജൂഹൽ കുഫാർ, കുഫാറിൻ്റെ മുഖത്തേക്ക് അതുകൊണ്ട് എറിഞ്ഞു. എന്നിട്ടോ വഖാല പറഞ്ഞു ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിഞ്ഞത്. കണ്ട ഫൻസറഫു, അവരെല്ലാം ഓടിപ്പോയി. യംസഹൂനൽ ഖദാ അൻ ഹുനൈൻ, കണ്ണിനെ തൊട്ടിങ്ങനെ മണ്ണും പൊടിയില്ലെങ്കിൽ തടയിക്കൊണ്ടിരുന്ന കണ്ണും തിരുമ്മിക്കൊണ്ടിട്ട് ഓടി. വശക്കാ ഇലൈഹി അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ശിക്കായത്ത് പറഞ്ഞു അന്നസ്യാൻ, എനിക്ക് മറന്നു പോകുന്നുണ്ട് എന്ന്. ഫഅമറഹു, അബൂ ഹുറൈറ തങ്ങളോട് കൽപ്പിച്ചു ബി ബസ്തി സൗബിഹാടെ തുണി വിരിക്കാൻ, വസ്ത്രം വിരിക്കാൻ. വഗറഫ ബിയദിഹി ഫീഹി, അതെന്താക്കി എന്തൊന്ന് കോരിയിട്ട് കാണൂല. എന്നിട്ടോ അത് നല്ല ചുരുട്ടിയിട്ട് ഇവിടെ വെച്ചോന്ന് പറഞ്ഞു. സുമ്മ അമറഹു ബി ദമ്മിഹി, ആ തുണി എന്താക്കണം മടക്കി ചുരുട്ടിയിട്ട് ഫഅല, അതെന്താക്കും അവരോട് ചേർത്ത്. ഫമാ നസിയ ശൈഅൻ ബാദ, അതിനുശേഷം മറവിയെന്ന് പറഞ്ഞ സാധനം ഓർക്കില്ല. ഇനി പറയുന്നു വമാ യുർവ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിവായത്ത് ഈ ഫീ ഹാദൽ ബാബി കസീറുൻ, ഇതിൽ ധാരാളം പറയുന്നുണ്ട്. വദറബ സദറ ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ ഒരു അടി കൊടുത്തു. വദഅലഹു, അവർക്ക് ദുആയും ചെയ്തു. വക്കാന ദക്കറ അന്നഹു ലാ യസ്ബുതു അലൽ ഖൈൽ, മൂപ്പർക്കെന്താ പരാതി, കുതിരപ്പുറത്ത് കയറിയാൽ ഉറച്ചു നിൽക്കാൻ കഴിയൂല, വീണു പോകും. ഫസാറ മിൻ അഫ്റസിൽ അറബി വ അസ്ബത്തിഹിം, അതാ അവിടുന്ന് അങ്ങോട്ട് എന്താക്കി, അറബികളെ കുതിരക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുതിരക്കാരനുമായി, അത് ഏറ്റവും ഉറച്ചിരിക്കുന്ന ആളുമായി. അങ്ങനെ പോലെ അസ്റാറുണ്ടാകും. സുഖപരം ഉസ്താദിന് വയൽ പറയാൻ ഒളിച്ചിക്കാൻ പോലെ കഴിയൂല. നെഞ്ഞു തടയിട്ട് നീ നല്ല വയൽ പറയണം എന്ന് പറഞ്ഞ് കക്കടി പുറത്തു. പിന്നെ അന്ന് ലോകപ്രസിദ്ധനാവായില്ലാന്നല്ലോ അറിയപ്പെട്ട ഉമറാജിക്കറിയില്ലേ തളിപ്പറമ്പെന്ന് ഉണ്ട്. വലിയ മുത്തക്കിയായ അളവന്ന് ദ്വാക്കി ജാപത്തിൻ്റെ അളന്നു കക്കടിപ്പുറത്തോറൻ്റെ ഓരോ അദ്ദേഹം പറയും. ഹയാത്തുള്ളാക്ക് എന്തെങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്യാൻ പറ്റുമോ, ഞാൻ മസാല കഴിച്ചു. ഇപ്പറ പറഞ്ഞ് ഖദർ അലൈഹിസ്സലാം ഹയാത്തുണ്ടെന്നല്ലേ ഉലമാ പറഞ്ഞിരിക്കുന്നത്, ഓർക്ക് പാർട്ടിയൊന്നുമില്ലേ എന്ന് മാത്രം പറഞ്ഞു. സുഖപുരം ഓറ് വലിയ ഒരു ആലിമും വലിയ വായുന്നു വന്നു. മൂപ്പറന്താക്കുമ്പോൾ അതിന് കയറി എനിക്കൊരു പാർട്ടി വന്നു. അപ്പോൾ സുഖപുരം വലിയ ആലിമാണ്, അപ്പോൾ എനിക്ക് പാർട്ടിയൊന്നും ഹയാത്തുള്ളാക്ക് പാർട്ടിയൊന്നുമില്ല. ഓറെ പ്രവർത്തനം നമുക്ക് തെളിവായിക്കൂടെയാണ്. സുഖപുരം മുഹമ്മദ് മുസ്ലിം ആളുകളിൽ ഈ സുഖപുരസ്ഥാന്ന് പറയില്ലേ, എടപ്പാടടുത്ത് കുറെ പുയ്യാപ്പിളയെന്ന് മൊയ്തൂട്ടി എന്നോട് പൈസയെന്ന്, എൻ്റെ സീനിയർ പൈസയെന്നുണ്ട് മൊയ്തൂട്ടിന്നുണ്ട്. മൊയ്തൂട്ടി പൈസ ഇപ്പം ഗൾഫിലുണ്ടായിന്, അപ്പം ഇപ്പടയൊന്നും അറിയില്ല. സുഖത്തിൻ്റെ മുള കിട്ടീന്. വമസഹ റഅസ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തലക്ക് തടകി.
വഹുവ സഗീറുൻ, ഒരു ചെറിയ കുട്ടിയാ. വക്കാന ദമീമൻ എന്ന് പറഞ്ഞാൽ കാണാൻ ചോലും ചെറുക്കൊന്നുമില്ലാതെ ഒരു കുരുളനും ആടടയിൽ വികൃതമായതാണ്. വദഅലഹു ബിൽ ബറക, ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത് നോക്കുമ്പോൾ ഫറഅൽ റിജാല തൂലം വ തമാമൻ, എല്ലാം സമ്പൂർണ്ണതയിലും ആ പൊക്കത്തിലും അന്നുള്ള റിജാലിനെ മറികടക്കുന്ന ആളായി. തീർച്ചയായിട്ടുള്ളൂ. ഇതെല്ലാം എണ്ണി പറഞ്ഞു തീർക്കുകയാണ്. എല്ലാ കിസ്സകളും പറഞ്ഞാൽ വളരെ നീണ്ടുപോകുന്നുണ്ട്. അതാ വമിൻ ദാലിക മാ ഉത്ലിഅ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഗുയൂബി വമാ യകൂൻ, ഗൈബുകളാലും ശേഷമുണ്ടാകുന്ന കാര്യങ്ങളാലും എന്തുണ്ടാകും, തങ്ങൾക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെ ചില കാര്യം പറയുന്നത്. അതിനായിട്ട് തന്നെ ഒരു കിതാബ് വേറുണ്ട്. നമ്മൾ ഇത് ഓതിയിട്ടില്ലേ? വൽ അഹാദീസ് ഫി ഹാദൽ ബാബ്, ഈ ബാബിൽപ്പെട്ട ഹദീസുകൾ ബഹറുൻ, ബഹറായിട്ട് കിടക്കുകയെന്ന്. ലാ യുദ്രക്കു ഖൈറുഹു, അതിൻ്റെ ആഴം പഠിച്ചാൽ കിട്ടൂല. വലാ യുസഫു ഖമറുഹു, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവുണ്ടല്ലോ അത് വെട്ടിപ്പോയില്ല, അത്ര മാത്രം പറയാനുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അന്ന് കൈമറിയില്ല എന്ന് പറയല്. അതിന് കണ്ടമുണ്ട് ആയത്തെടുക്കും, ആയത്തെടുത്ത് വളച്ചൊടിച്ച് ഓരോ ഇഷ്ടത്തിന് തൗബീലും ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അമ്പയാക്കളെ കൈമറിയില്ല എന്നാ പറഞ്ഞു, നബിയല്ല എന്നർത്ഥം. നബുവത്തന്നെ ഊരിക്കളഞ്ഞു. അതുകൊണ്ട് നബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബഹ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വാർത്ത. അതിൽ നിന്നാണല്ലോ നബീന്ന് പിടിച്ച് നമ്മൾ എത്രയാണോ ഓതിയത്. അപ്പോൾ നബിക്ക് കൈമിയായ പ്രത്യേക വാർത്ത ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായി? അവർക്ക് നബുവത്തില്ല. അപ്പോൾ സാധാരണ മനുഷ്യൻ ഉത്തരം അവതാലിക്കമിൻ അംബാഇൽ ഗൈബി നൂഹിഹാ, വിശത്ത് പറഞ്ഞ് മാക്കുന്ത തഅലമുഹ അൻത വലാ ആബാഉക, തങ്ങളെ പിതാക്കന്മാർക്കും അറിയാത്ത കാര്യമാണ് അല്ലാഹു തആല വഹിയിൽ കൂടി അറിയിച്ചു കൊടുക്കുന്നത്. അവരൊന്നും ആയത്തല്ല, അതെല്ലാം കളവും. അപ്പോൾ ഇവർ ഏതാണ്? ഇസ്ലാമിലല്ല. അതിനെ ശരിവെക്കാൻ കുറേ ആളും. എന്താണ് അങ്ങനെ? ഇപ്പോൾ നമ്മളെ ബഷീർ ഉസ്താദ് അപ്പം കൈ പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ഇലാഹാവൂല. ഇലാഹിന് വേറെയും കുറേ സെൽബിയായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് വാജിബാ സിഫത്ത് ഇന്നതാണ്, മുസ്തഹിലാ സിഫത്ത് ഇന്നതാണ്, ജായിസാ സിഫത്ത് ഇന്നതാണ് എന്ന് വിശാലമായി പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കാത്തതൊന്നും ഇലാഹാവൂല അല്ലേ? ലം യലിദ് വലം യൂലദ്. ഓർക്ക് മക്കളുണ്ടാകാനും പാടില്ല, ഓർ വേറെയുള്ള മക്കളാകാനും പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീബി അബ്ദുള്ള ദമ്പതികളെ മോനാണ്. അപ്പോൾ വലം യൂലദിന് ഒത്തില്ല. താങ്കൾക്ക് വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു എന്ന് പറഞ്ഞിട്ട് ഇത്ര ആണുണ്ട്, ഇത്ര പെണ്ണുണ്ട്, ഇത്ര പേരെ കുട്ടികളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ലം യലിദും പോയി. പിന്നെ എങ്ങനെയാണ് അല്ലേ ഇപ്പോൾ പൊടിയും കൈമറിഞ്ഞാൽ ഷഹാദ. അതുകൊണ്ട് കൈമറിയൽ അല്ലാഹുവിന്റെ സിഫത്തല്ലേ? ഷഹാദത്ത് അറിയലോ? ആലിമുൽ ഗൈബി വശഹാദത്തല്ല. ഷഹാദത്ത് അറിയില്ല ആരോ വസ്ഫാന്ന്. എന്നാ അവിടെയാണ്ട് അള്ളയാണ്ട്. നമ്മൾക്ക് ഷഹാദത്ത് അറിയുന്നുണ്ടല്ല. അപ്പം നമ്മളെല്ലാവരും അള്ളകളാണ്. എന്തുകൊണ്ട് ഷഹാദത്ത് ഇറങ്ങി? ലോകം മുഴുവൻ അള്ള കൊണ്ട് അറിഞ്ഞത്. ഷിർക്ക് പേടിച്ചിട്ട് പോയി വീണതോടെ ലോകവ്യാപകമായ ഷിർക്കിലേക്ക്. ഉറുമ്പിന് വരെ ഷഹാദത്ത് അറിയുന്നുണ്ട്. നിങ്ങളവിടെ പഞ്ചായത്ത് വെക്ക്, അല്പം കഴിഞ്ഞ് നോക്കിയാൽ അത് തുണാൻ പറ്റാണ്ട് എന്താക്കും? എല്ലാം ഓരോ മണി എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഏത് ലോകത്തുനിന്നാ വന്നേ? അതാ ഞാൻ ഭക്ഷണം മൂടി വെക്കുക എന്ന് പറയുന്നു. അല്ല, അപ്പത്തിൽ മുഴുവനും ഉറുമ്പ് കയറും. അപ്പുറം ഇപ്പുറം നോക്കും ആരെങ്കിലും ഉണ്ടോന്ന്. ഇല്ലാന്നുണ്ട കയറലായി. അപ്പൊ അതിന് ഷഹാദത്ത് അറിയുന്നില്ലേ? പഞ്ചേന്ദ്രികളെ കൊണ്ട് അറിഞ്ഞ ഷഹാദത്തായില്ലേ? അട്ടത്തുനിന്ന് രോമം വീണാ പൂച്ച അറിയുന്ന പറയുന്നു. അത് ഞെട്ടും പോലും രോമം വീണാൽ. അതിൻ്റെ എന്താണ് ശ്രവണ ശക്തി അതാണ്. നായ്ക്ക് മണാന്ന്. ഈ പോലീസ് രാജനൊക്കെ തോക്കുമ്പോൾ നായിനേലെ കൊണ്ടിരുന്ന മരുന്ന് മറ്റും പിടിക്കാൻ പഠിച്ചു.
അതൊക്കെ ഷഹാദത്ത് അറിയുന്ന സാധനമാണ്. അതാ അതിൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഷഹാദത്ത് അറിയും. മനുഷ്യൻ അതിന് മറികടക്കുന്നുണ്ട്. എന്നാൽ അന്നേ അതായി നായും പൂച്ചയും ഉറുമ്പല്ല ഇലാഹുകളാണ്. അസ്കറിൻ്റെ കുഞ്ഞിക്ക് പേരിടുമ്പോൾ ഞാൻ തമ്മിയും ഞാനാ പേരിടുന്നു. അന്നേരം ഒരു മുത്തക്കബിലും ജബ്ബാറിൻ്റെ ചെറിയ ചെക്കനുണ്ട്. അങ്ങനത്തെ ഒന്നും പേരിടാൻ പാടില്ല. ഇത് തമീം എന്ന് പറഞ്ഞാൽ അർത്ഥം വന്നാൽ സമ്പൂർണ്ണന് അർത്ഥം കിട്ടുമ്പോൾ സമ്പൂർണ്ണൻ അല്ല മാത്രം. അസ്കറിൻ്റെ അമ്മ സമ്പൂർണ്ണനല്ല. എടുക്കാം. ആരാ പറയുന്നത്? സുഫിയാൻ്റെ അത്ര വയസ്സില്ല, എന്തോ വായിച്ചു വന്നിട്ട് തലപ്പിലാന്തെടുത്തത്. എവിടെ ഇതിൻ്റെ കേടുന്നതിലുണ്ട് ഇബ്രാഹിം. പോട്ടെ. വഹാദിഹിൽ മുഅ്ജിസത്തു മിൻ ജുംലത്തി മുഅ്ജിസാതിഹി. ഇത് ഈ മുഅ്ജിസത്ത് വെച്ചാൽ ഗൈബ് കൊണ്ടുള്ള വാർത്ത. അത് തങ്ങളുടെ മുഅ്ജിസാത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക മുഅ്ജിസത്താണ്. അതെന്താ? അൽ മഅലൂമത്തി അലൽ ഖത്അ. മറ്റുള്ള എല്ലാം ചില ഖബർ വാഹിദോ നിങ്ങൾ ചോദിക്കും. ഇത് ഖത്അൻ. അൽ വാസിലി ഇലൈന ഖബറുഹ. അതിൻ്റെ ഖബർ നമ്മളിലേക്ക് ചേർന്നിട്ടുണ്ട്. അല തവാത്തുർ. മുതവാത്തിറായി ചേർന്നതുകൊണ്ട് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതായി മാറി. മാത്രമല്ല ഖുർആൻ ദാലിക മിൻ അംബാഇൽ ഗൈബി ലി കസ്റത്തി റുവാത്തിഹ. അതിന് റിവായത്ത് ചെയ്ത ആളുകൾ ധാരാളമുണ്ട്. വത്തിഫാഖി മആനിഹ അലൽ ഇത്ലായി അലൽ ഗൈബ്. ആ തവാത്തുറായ റിവായത്ത് എല്ലാം എടുത്തു വെച്ചാൽ മൊത്തത്തിലൊരു മാന ഉണ്ടാവുമല്ലോ. ഇഖ്ബാറും ബിൽ ഗൈബ് എന്നൊരു കുല്ലിയുണ്ടല്ലോ, ആ മാന ഒത്തുവരും. ഇന്ന സംഭവം എന്നുള്ളത് ഓരോന്നും മുത്തവാത്തിറാവൂല. മനസ്സിലാകുന്നില്ല? ഓരോ ഈർക്കിൽ കൂട്ടിയിട്ട് മാച്ചി ഉണ്ടാക്കല്ലേ അല്ലേ? ഓരോ ഈർക്കിൽ മാച്ചിയല്ല, അത് കൂട്ടിക്കെട്ടിയിട്ട് മുഴുവൻ വന്ന മാച്ചി എന്നുള്ള പേര് അതിൻ്റെ ഒരു മഹാനി ഉണ്ടാവും. അതിനെന്ത് പറയുന്നത്? മഹാനിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുല്ലിയ ഒരു മാന. ചിലപ്പോൾ ഒരു സംഭവമായിരിക്കും, മറ്റൊരു സംഭവമാണ്, മറ്റൊരു സംഭവം. ഈ സംഭവം എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഇൽഹാറും അലൽ ഗൈബ്. شارح والإنذار الأمور المغيبة وهذا لا ينافي الآيات الدالة على أنه لا يعلم الغيب إلا الله. لا يعلم الغيب إلا الله എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹസ്റാക്കില്ലേ, അതിന് ഇതൊന്നും എതിരായിട്ട് വരൂല. എന്താ? വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ എന്ന് മജീബർ ഓതുന്ന മറ്റൊരായത്ത്. അതാ ഫഇന്നൽ മൻഫിയ ഇബ്നു വഹാബിയ കറണ്ട് തന്നെ എല്ലാം മറ്റേ ഇൻവെർട്ടർ വർക്ക് ചെയ്യില്ല. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വിട്ടിട്ടല്ല, അതാരും നോക്കിയിട്ടുമില്ലല്ലോ. അതായത് അള്ളാഹ് അറിയിച്ചു കൊടുക്കാണ്ട് അറിയുക എന്നതാണ് ഇവിടെ ചർച്ച. അത് ഗൈബ് അറിയില്ല, ഷഹാദത്തും അറിയില്ല, ഇവൻ തന്നെ മൗജൂദാകില്ല, ഇവനിക്കൊന്നുമില്ല, തൊട്ടറിവാണ്. ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ലല്ലോ അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്ത കാലത്തോളം. അപ്പം ഇൽമിൻ്റെ ഖസാന എന്നുള്ള അള്ളാഹിൻ്റെ ഗെയിമിലാണ്. ഗൈബായാലും ഷഹാദത്തായാലും അതൊന്നും ഇനി കൂടുതൽ ഗൈബ് ഏതാന്ന് ഷഹാദത്ത് ഏതാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് പറഞ്ഞു പോന്നാൽ മതി. അപ്പം മനുഷ്യനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി അള്ളാഹ് എന്താക്കണം? കുറച്ച് ഷഹാദത്ത് അറിയണം, അല്ലെങ്കിൽ ഇപ്പം ബർഡനായിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതിനെന്താക്കി? പഞ്ചേന്ദ്രിയങ്ങളും കൊടുത്ത് ബാക്കി അവിടെ പിടിച്ചു വെച്ച്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവുണ്ടായാലും അദ്ദേഹമില്ല. അത് രണ്ടും തുല്യം തന്നെയല്ലേ. അപ്പോൾ കൊല്ലു കൊടുക്കേണ്ടതും ബാധ കൊടുക്കേണ്ടത് അല്ല തന്നെയാണ്. അപ്പോൾ ആയത്തിൻ്റെ പശ്ചാത്തലം ഇവർ ഗൈബറിയുന്ന സ്വയം ഗൈബറിയുന്ന ആളുകളാണെന്ന് വിശ്വസിച്ച സ്ഥലത്തേക്കാണ്. അതായത് അമ്പിയാക്കളുടെ കാര്യത്തിൽ രണ്ട് മൂന്ന് പക്ഷക്കാരുണ്ട്. ഒന്നോറെ തരന്താത്തിയിട്ട് ഒന്നിനും കൊണ്ടുണ്ടാക്കുന്നവർ, മറ്റൊന്ന് പൊന്തിച്ച് പടച്ചോനാക്കാണ് വലിയാളാക്കുന്നത്. ഒന്ന് ഇഫ്രാത്ത്.
അതേ അവസരത്തിൽ മുത്തമസ്സിത്തായിട്ട് ഇവർ ബഷറാണ്. പക്ഷെ ബഷറിനാക്കാണ് കവിഞ്ഞ് നമുക്കൊന്നും ഇല്ലാത്ത പല കഴിവുകളുണ്ട്. അവർക്ക് വാജിബ സിഫത്തുണ്ട്, മുസ്തഹീല സിഫത്തുണ്ട്, ജായിദ സിഫത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ 3 പതിക്കാറുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജൂതന്മാർ പറയൽ ഉപ്പയില്ലാത്തവനൊന്നും അങ്ങേയറ്റം നിസ്സാരപ്പെടുത്തി. ഒരു കൂട്ടറാക്കുന്ന നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മോനാക്കും. ഇഫ്രാത്ത് പോയി. മുഅ്മിനീങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അബ്ദാണ് വ റസൂലുഹു, മറിയം ബീബിൻ്റെ മോനാണ്. പിന്നെ അവർക്ക് ഇന്ന പദവികളുണ്ട്, മുഅ്ജിസാത്തുണ്ട് എന്നിവ പറയും. അപ്പം ഒന്ന് അതിന് കവിഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് പറ്റൂല, അനർഹന എന്ന് പറഞ്ഞിട്ടാണ് ഖവാരിജാക്കൾ വന്നത്. ഖുർആൻ എടുത്ത് പിടിച്ചിട്ട് പോയത് മുസ്ലിമുകളുടെ ഇടയിലുള്ള പ്രശ്നം എന്താക്കാൻ നമുക്ക് മധ്യസ്ഥത്തിൽ തീർക്കാമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. നമുക്ക് ചോരേൽപ്പിക്കലും വേണ്ട, യുദ്ധവും വേണ്ട, നമ്മളെല്ലാം ഒത്തുതീർപ്പാക്കാം. ഒരുപാട് തീവ്രവാദികൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നേതാവാകാൻ പറ്റൂല, നിങ്ങളെ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു. എന്താണ് മധ്യസ്ഥ തീർക്കുന്ന യുദ്ധത്തിന് ചോരക്ക് ചോരാന്ന്. അത് വേറൊരു ആവേശമാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ. അപ്പം അലി റളിയല്ലാഹു അൻഹു അതിന് സമ്മതിക്കാത്തത് കൊണ്ട് എന്താക്കിയെന്നറിയോ? ഓർക്കെതിരെ. അതാണ് ഖാരിജ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് അംഗീകരിക്കുന്ന വിഷയത്തിൽ പുറത്തുപോയ കൂട്ടർ ഒരാന്നല്ല മൂപ്പറ കൊന്നിന്. അങ്ങനെ വരുമ്പോൾ എന്താക്കുന്നത്? ഇപ്പുറത്തുനിന്ന് അലി റളിയല്ലാഹു അൻഹു ഞാൻ ഇലാഹാക്കുന്നു. ഏത് രംഗത്തും. ഇന്നലെ ഒരാൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി താരിഖു സലാത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈസാ നബിനെ പറ്റി ഉപ്പയില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലേ? അങ്ങനൊരു വിഭാഗം. മറുവശത്ത് എന്താ ഓറ അള്ളിയാക്കും ഹയ്യും കയ്യുമാണ്, ആ ഖാലിഖ് സമാവാത്താണ് എന്ന് പറഞ്ഞു. ഇതന്നെ ഇവിടെ നടന്നത്. നമ്മൾ കണക്കാക്കുന്ന എന്താണ്? മഹാനായ ഒരു ആലിമാണ്, അതനുസരിച്ച് ഇത്തിബാഗോട് ജീവിച്ചിരുന്നു, അല്ലാഹു തആല വലിയ കറാമത്ത് കൊടുത്തിരുന്നു. വലിയ മിനൽ ഔലിയ. ഏത് രംഗത്തുകൊണ്ട് ഈ 3 തൈഫത്ത് കവിഞ്ഞു പോക്ക്. അപ്പോൾ അവർക്കെതിരെ ഷിയ വന്ന് ഖവാരിജാക്കൾക്കെതിരെ ഷിയ. രണ്ടിനും നടുക്ക് അഹ്ലു സുന്ന. ഏത്? അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മൂത്താപ്പാര മോനാകുന്നു, ബഷറാണ് അല്ലേ? കുട്ടിക്കാലത്തെ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. അതിന് മുമ്പെന്തില്ല, അനിസ്ലാമിക ജീവിതം കുട്ടിയായ കാലത്തിനില്ല. എന്തുകൊണ്ട്? തങ്ങളാന്ന് പോറ്റുന്നു. ഒരു നിലക്ക് വന്നാൽ പോറ്റുമോനാന്ന്. അബൂ താലിബിന് ക്ഷാമം ബാധിച്ചിട്ട് വളരെ ദാരിദ്ര്യം വന്നപ്പോൾ അബൂ താലിബ് തങ്ങളെ പോറ്റിയതിന് ശുക്രായിട്ട് അലിയാറെ ഞാൻ പോറ്റിക്കൂടാന്ന് പറഞ്ഞു. അപ്പം ജീവിതത്തിൽ നിന്നില്ല ഷിർക്കിൻ്റെ ഒരു കാര്യമോ ജാഹിലിയത്തിൻ്റെ ഒന്നും ഓർക്ക് തീണ്ടിയിട്ടില്ല. വലിയ ഇൽമിൻ്റെ അപാരമായ ഇൽമ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. താങ്കളെ മോളെ കെട്ട് പുയ്യാപ്പളി ചേർന്നു. അഹ്ലു ബൈത്തായ സാദാത്യങ്ങളെ ബലിയുപ്പയാന്ന്. ഇതെല്ലാം അങ്ങനെ ഇലാഹാകലി ഖലീഫയാകാൻ പറ്റൂല പോലും. എന്താണ്? മുസ്ലിമീങ്ങളെ ചോര ഒഴുക്കാത്തത് കൊണ്ട്. ചോര ഒഴുക്കേണ്ട അപേക്ഷക്കാരുണ്ട്. അങ്ങനെ എല്ലാത്തിലുണ്ട്, സംഘടനയിലുണ്ട്. ഞാനൊരു കാലത്തൂടെ പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് മറ്റോറെ വക്കുന്ന ചോദ്യം ഇറങ്ങുന്നതിന് മുമ്പ് എന്താക്കിയെന്ന് പറയാൻ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു നബിദിനത്തിൻ്റെ വിഷയത്തിൽ. പിന്നെ മുജാഹിദിൻ്റെ വാറോലിറങ്ങി മറുപടി വെക്കണമെന്ന്. ഞാൻ ഇപ്പം മറുപടി വെക്കേണ്ട, ചോദ്യത്തിന് മുമ്പ് മറുപടി പറഞ്ഞു കഴിഞ്ഞു 12 ദിവസം. എന്താ അവിടെ പേടിച്ചു വരളിൽ മറുപടി വെക്കണം, വെച്ചേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോട്ടെ, നമ്മൾ വെച്ചോളും. പ്രസിഡൻറ്റിനെ പുറത്താക്കി. നോട്ടീസ് അടിച്ച് 5 ദിവസം പരിപാടി വെച്ചവിടെ അവിടെ. നമ്മൾ തളിപ്പറമ്പിൻ്റെ ഗതിയിൽ നിന്ന് അത് കിഴക്കുന്ന പടിഞ്ഞാറോട്ടേക്ക് നോക്കും. ഇവിടെ സംഭവിക്കും. 1ാമത്തെ ദിവസം എന്താക്കി ജനറേറ്ററിനെ വാരൂരിയിട്ട് റോഡെന്നാക്കാൻ കൊണ്ടുവച്ച കല്ലുണ്ട് ഏറ് കുറേ ആസ്പത്രിയിൽ കുഴപ്പം തന്നെ. എങ്ങനെ എറി വന്നു? ഒരു കൂട്ടർ കോവിൽ മുജാഹിദാണ്, ഒരു കൂട്ടവൻ തബ്ലീഗാണ്, ഒരു കൂട്ടവൻ അബ്ദുൽ ബാരി ആളായിച്ചാണ്. കാരണം അയാളാന്ന് യോഗം വേണ്ട, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ തൈഫത്തും വന്നു. ഉള്ളാളത്തെ പോയപ്പോൾ മോഹനോട്ട് തങ്ങൾ ചോദിച്ചു, എന്താടാ പ്രാസംഗികന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ ഇന്നലെ ക്ഷണിച്ചു കൊണ്ടപ്പോൾ എന്തിനു കണ്ട എന്നെക്കൊള്ള കാര്യത്തോട്? ഞാൻ തങ്ങളെ ഞാനല്ല എൻ്റെ ആള്. കാരണം ഉള്ളിടത്തുനിന്ന് അവിടെ മുദരിസിനെ പ്രസംഗിയൊക്കെ ഉണ്ടാകുന്നു ഹുസൈന ഓർക്കും കിട്ടിയത് ഇല്ല നിൽക്കണം. അപ്പോൾ ചുരുക്കത്തിൽ സംഘടന എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ അംഗീകരിക്കാത്ത സംഘടനയായി മാറി.
നിങ്ങൾ വിചാരിക്കേണ്ട എന്തെങ്കിലൊന്നും കൂടാതെ എന്ന് എന്നെ പിന്നെ എന്നെല്ലാം ഉണ്ടാവും. സാഹചര്യം നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം യോഗം വേണ്ടാവും. അപ്പം ഞാൻ പേടിക്കൂടലുണ്ടായി. ആരും പിന്നെ പേടിയൊന്നും നമുക്ക് ആശയില്ലാത്തോണ്ടാണ്. കറണ്ട് വരുമോ? ശുഭപുരത്തിൻ്റെ മാവിലുള്ള എന്തോ ഈ ഹാരിക്കുള്ള അകത്ത് വേണം. മൂപ്പറ ബാലെന്ന് പറയുമ്പോൾ അപ്പുറത്ത് എവിടെയോ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല കമ്പനിയിൽ നിന്ന്. അതൊന്ന് തൽക്കാലം ഓഫാക്കാൻ പറയും. ഇത് മൈക്കിൽ ഇങ്ങനെ കലകലയാക്കിയിട്ട് പറയുന്നത് തിരിയുന്നില്ല. ഏത് അങ്ങനെ ഓഫാക്കാനുള്ളതല്ല. എന്നാൽ അന്ന് ഓഫായിക്കോളും. ഞാൻ ദീനാ പറയുന്നത് പറഞ്ഞപ്പം തന്നെ അണി പീസടിച്ച്. മൂപ്പറ ബാലിനോട് നേരമ്പോഴോളം ബാലെന്ന് പറയും. എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്. അതൊക്കെ കൂത്തിലുണ്ട്. നല്ല നീണ്ട കമ്മീസെല്ലാം ധരിച്ച് തലക്കെട്ടെല്ലാം കെട്ടി ഒതുവലുണ്ടാക്കിയിട്ടാണ് സെൽസി വരിക. ആ വരവിന് തന്നെ എന്തൊരു വക്കാറാന്നറിയാം. ഏത് അങ്ങനെ അടിച്ചോണ്ട് ഇപ്പം എന്താ കാലി മറ്റേക്ക് തൈനേക്കാണ് ചെറിയ എത്ത്. എന്തിനാ ആ ഇൻവെർട്ടർ എന്തോ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഡിസ്കണക്ഷൻ ആക്കിയിട്ട് ഉള്ളത്. ഏത് നോക്കുന്നുണ്ട്. من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه أجمعين ومن ذلك ما أطلع عليه صلى الله عليه وسلم തങ്ങൾക്ക് ഇത്ലാഅക്കപ്പെട്ടു മിനൽ ഗുയൂബ് ഗൈബിനാൽ, അതുപോലെ വമാ യകൂൻ എന്നാലും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാലും. ഇപ്പോൾ ഗൈബിൽ എന്തൊക്കെ അത് അറിയിച്ചു കൊടുക്കാനുള്ള ഗൈബ്, ഇനി ബാക്കി ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അതാണ് പറഞ്ഞത്. ഈ പറയപ്പെട്ട ഹാദാ ലാ യുനാഫി അൽ ആയാത്തി ദാല്ലത അലാ അന്നഹു ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഗൈബ് അല്ലാഹുക്കല്ലാണ്ട് അറിയൂല എന്നവിടെ ഹസറുണ്ട്. ഹസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പോലും പറയണം. അതിനെതിരായിട്ട് വരുന്നില്ല. സ്വയം ഗൈബ് അറിയുന്ന, സ്വയം ഷഹാദത്ത് അറിയില്ലെങ്കിൽ തന്നെ, കാരണം വാദം വിഷയം ഗൈബായത് കൊണ്ടാണ് ഗൈബ് എന്ന് പറയുന്നത്. ഗൈബായാലും ഷഹാദത്തായാലും അള്ളാഹു അറിയിക്കാതെ അറിയൂല എന്ന് ആദ്യം തീരുമാനിക്കാം. അപ്പം സാധാരണഗതിയിൽ ലാ യഅലമുൽ ഗൈബ വശഹാദത ഇല്ലല്ലാഹ് എന്ന് പറയാം. അതിന് മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമായ കാര്യം നടക്കണമെങ്കിൽ കുറച്ച് ഷഹാദത്ത് അറിയിച്ചു കൊടുക്കൽ അള്ളാഹിൻ്റെ ഒരു ഫളിലാണ്. കാരണം എല്ലാവർക്കും ഗൈബ് അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പ്രത്യേക ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാം. ശിരസത് ആ ഹസറിനത് എതിരാവൂല. എന്തുകൊണ്ട്? ചിലത് പറയുന്ന ഞാനെങ്ങാനും ഗൈബ് അറിയുന്ന ആളാണെങ്കിൽ ധാരാളം ഖൈർ വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പം അറിയൂല എന്ന് വന്ന് ലായഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്താക്കും? ഗൈബ് പറഞ്ഞാൽ പഠിച്ചവനായി മാറിപ്പോകും. അപ്പോൾ പഠിച്ചവനിയത്ത് ഓറിൽ വിശ്വസിച്ച് വരുന്നതായി പോവും. അല്ലാഹു ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക എന്താ വർഷത്ത് പറഞ്ഞ് മാ തഅലമു അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കുറിച്ച് പറഞ്ഞു, തങ്ങൾക്കും ഇതിനെപ്പറ്റി അറിയില്ല, താങ്കൾക്ക് മുമ്പ് നിങ്ങളെ കൗമിങ്ങൾക്കും അറിയില്ല. പിന്നെ ഇവിടുന്ന് പഠിക്കുന്നു, ഞാൻ അറിയിച്ചായിരുന്നു. ഇതോ വമാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അക്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം. മറിയം ബീബി ആരാണ് സംരക്ഷിക്കേണ്ടത്, ആരാണ് പോറ്റി വളർത്തേണ്ടത് തർക്ക വിഷയമായി. ആ തർക്കം കൊടുന്നത് നിങ്ങളില്ലല്ലോ, തങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. മറിയം ബീബിനെ ബൈത്തുൽ മുഖദ്ദസ് ഏൽപ്പിക്കുമ്പോൾ ആരാ പോറ്റേണ്ടതെന്നില്ല.
പിന്നെ അവസാനം എന്തായി തീരുമാനിച്ചു, പേന വെള്ളത്തിലിടെ ചാര പേനയാ പൊന്തി വന്നത് ഓർക്ക് കൊടുക്കാമെന്ന്. അപ്പൊ പേന വെള്ളത്തിലിടുന്ന അവസരത്തിൽ തങ്ങളുണ്ടായിരുന്നു വന്നാൽ ചോദിക്കുന്നു, അമ്മാക്കുന്തലഹിം അക്കലാമുഹും അയ്യുഹും യക്ഫുലും അറിയാം. എന്നിട്ട് അതാണ് കൃത്യമായിട്ട് നടക്കുന്നത്. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പേനയാണ് പൊന്തി വന്നത്, അതാണ് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇത് ഗൈബല്ല. ഈ പകല് വെളിച്ചം പോലെ കണ്ടിട്ട് പിന്നെ എന്താ ഇത്? നാളെ രണ്ടുപേരും മുസ്ലിയാറും ഒരാളും കൂടെ തമ്മിൽ തർക്കം. നമ്മുടെ റൂമിലെത്തിയപ്പോൾ ഇതാ വിഷയം. അപ്പം ഞാൻ ചോദിച്ചു, ഒരു വിഷയമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്താൽ അറിയുമോ? അതിന് ഉത്തരം എന്തേ ഉള്ളൂ? യെസ് ഓർ നോ മുൻഹസറാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തൊന്ന് പറയാനല്ല, അഖിലിയായ മറുപടി എന്താന്ന്? ഒന്നിക്കൽ യെസ് അല്ല നോ. യെസ് യെസ് ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അറിയിച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അടുത്ത ചോദ്യം. ഉത്തരം പറ യേസോ. അപ്പം ഇതൊന്നും ഈ തർക്ക വിഷയങ്ങൾ ക്രിട്ടിക്കൽ നമ്മൾ നിർത്തി ആരും ഉൾക്കൊള്ളുന്നില്ല. സൂപ്പർ വക്കീലിന് പോലും ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. എന്താ ഇവ വോട്ട് വാങ്ങി? കൊടുത്തിട്ടുണ്ട്. എന്താ തെളിവ്? അല്ലേ? അപ്പൊ കൊടുത്തിട്ട് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലേ? അറിഞ്ഞിട്ട് ഇല്ല എന്നാണെങ്കിൽ അള്ളാഹ് വെച്ച് അവന്റെ അബദിന്റെ മേലിൽ അള്ളാഹ്ക്ക് ഒരു അധികാരം കിട്ടിയിട്ടില്ല. ഒന്നിക്ക് അള്ളാഹ് തോറ്റത്. അപ്പോൾ കൊടുത്താൽ അറിയും, കൊടുത്തിട്ടുണ്ട് ഉത്തരം കൂട്ടി വായിച്ചാൽ അറിവുണ്ടെന്നാണ് ഉത്തരം കിട്ടുക. അത് ഞമ്മോ അങ്ങനെ തന്നെയല്ലേ? നമ്മക്ക് തന്നെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന്. അതെ. അപ്പൊ പിന്നെ നബിയായിട്ട് എന്താ വ്യത്യാസം നോക്കുന്നു? നമ്മക്ക് തന്നാൽ നമ്മ കൈമ്പറിയൂലേ? അറിയൂ. തന്നിട്ടില്ലെങ്കിലോ അറിയില്ല. നബി അങ്ങനെ തന്നെയല്ലേ? പിന്നെന്താ വ്യത്യാസം? ആടെയാന്ന് പറഞ്ഞ വ്യത്യാസം വിളിഞ്ഞത്. നമ്മള് അന്ന് കൊടുത്താൽ അറിയും, കൊടുത്തിട്ടില്ലെങ്കിൽ അറിയൂല എന്നത് ആരുടെയും തർക്ക വിഷയമല്ല. ഇത് ചർച്ച ചെയ്യേണ്ടതുമില്ല. തർക്ക വിഷയം എവിടെയാണ്? കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാനുള്ള നമ്മൾക്കില്ലാത്ത അർഹത മറുവശത്തുണ്ടോ ഇല്ലത് അവിടെ തർക്ക വിഷയം. അല്ല പടച്ചെങ്കിൽ നമ്മ ഉണ്ടാകും, പടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവൂല എന്ന് തർക്ക വിഷയമല്ലല്ലോ. അല്ല, എല്ലാവരും പറയും നിങ്ങൾ ഈ ലോജിക്ക് ആർക്കും തലക്കൂടുന്നില്ല, ഞാനെന്താക്കണ്ടേ ഇനി? അപ്പൊ ഇത് ആയത്ത് അതിനെതിരല്ല എന്നാ പറയുന്നു. എന്തുകൊണ്ട്? ഫൈനൽ മൻഫിയ ഇൽമുഹു മിൻ ഗൈരി വാസിത, ആരും അറിയിച്ചു കൊടുക്കാതെ സ്വയം തന്നെ അറിയും എന്ന വിഷയത്തിലാണ് നഫിയുള്ളത്. അതായത് നാത്തിയായിട്ട് ഓർ സ്വന്തം അറിയും എന്നുള്ള വിഷയത്തിലാണ് തർക്കം. അതാരോടാ മറുപടി? അമ്പിയാക്കളെ ഉയർത്തിയിട്ട് എടുത്തേക്ക് എത്തിച്ച് ഉലൂഹിയത്തിലേക്ക് എത്തിച്ച ഇഫ്രാത്തുകാർക്കാണ് ഈ മറുപടി. സംഗതിയില്ല. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുപോലെ അള്ളാന്റെ പക്കന്ന് കിട്ടുന്ന തന്നെയാണ് എനിക്കൂന്ന് പറയാനും സാധ്യം. അപ്പൊ ഉലൂഹിയത്തിന് അല്പം ഇറക്കലി, ഇഫ്രാത്തുകാരെ പിടിച്ചെന്തൊക്കെ നടത്തിയൊക്കെ ഇറക്കണം. ഈ ആയത്തിറങ്ങുന്നു. കാരണം അമ്മ ഇത്ലാഉഹു അലൈഹി ബിഇലാമില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത് കൊണ്ട് അറിഞ്ഞുക എന്നുള്ളത് ഫഅംറു മുതഹഖഖുൻ, ഇവിടെ സംഭവിച്ചു കഴിഞ്ഞ ധാരാളം കാലം, അതാ 30,000 ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ശരിക്കല് അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തിട്ട് ഓർ അറിഞ്ഞിട്ടില്ല എന്ന് നോക്കണം. അപ്പൊ ഇവർ ബേഡനാന്ന്. അല്ലെങ്കിൽ അല്ല തോറ്റി, ഇവർക്ക് ബേഡത്തരം മാറ്റിയിട്ട് അറിയിച്ചു കൊടുക്കാൻ അല്ല പരാജയപ്പെട്ടു. രണ്ടാലൊന്നുണ്ടാവില്ല. അമ്പിയാക്കൾക്ക് ഫതാനത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് അബിഖൗലിഹി തആല ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദാ എന്ന് പറഞ്ഞു. ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഖാസായ ഗൈബാണ്. ഗൈബ്, അൽ ഗൈബ്, ഗൈബിഹി 3 പ്രയോഗമുണ്ട്. ഒന്ന് അലിഫ്ലാം കൊടുക്കാതെ ഇദാഫത്തില്ലാത്ത ഗൈബ് മുത്തലക്ക്, മറ്റൊന്നോ അൽ ഗൈബ്, മറ്റൊന്നോ ഗൈബിഹി. 3 വ്യത്യാസമുണ്ട്. ഗൈബ് എന്ന മുത്തലക്കായ ഗൈബാകുന്ന അവസരത്തിലുണ്ട് ചില അധ്വാനത്തിലൂടെ അലാമത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില മുത്തലക്കായ ഗൈബ് ഉണ്ടാവും. അതിന് ചില ഭാഷകൾ ഉപയോഗിക്കണം.
നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത്? ഈ രക്തത്തിലടങ്ങിയ അംശങ്ങളും മറ്റും കൈബ ഷഹാദത്താ. ഏത് ഷഹാദത്തിന് ഒരുതരം ഷഹാദത്താണ്, ഒരുതരം കൈബാണ്. കാരണം രക്തം എന്ന് പറഞ്ഞത് തന്നെ ഷഹാദത്താണ്. അതിലുള്ള ഓരോ സാധനങ്ങളുണ്ട്, കെട്ടിച്ചിട്ടിങ്ങനെ പുതകണ്ണാണ്ട് നോക്കുന്നത്, അത് ബിന്നിസ്ബത്തിയിലെ കൈബാന്ന്. പക്ഷെ ആ കൈബ് മുത്തലക്കായ കൈബാന്ന്. എങ്ങനെ കൈബ്? ചില ഉപകരണങ്ങളും വിദ്യകളും ഉപയോഗിച്ചാൽ അതിലുള്ള ഘടകങ്ങളൊക്കെ വേർതിരിച്ചെന്താക്കുക എല്ലാം കാണാവുന്നതാണ്. ആ ഇനങ്ങൾ എന്താക്കും? അലിഫ്ലാമ് കൊടുക്കാത്ത കൈബ് എന്ന ആ 3 അക്ഷരത്തിൽ പെടും. പല അലാമാത്തുകൾ ചില വിദ്യകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നത്. അതിൽപ്പെട്ടാണ് മാത്തമാറ്റിക്സ്. സങ്കീർണമായ മാത്തമാറ്റിക്സ് പ്രോബ്ലം ചെയ്യുന്നത് ചില ഫോർമുല ഉപയോഗിച്ച് എന്താക്കാൻ കണ്ടെത്താൻ കഴിയും. ആൾജിബ്ര കൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ എക്സും വൈയും കുടിച്ചിട്ട് ആക്കുന്നില്ലേ? അതൊക്കെ മുത്തലക്കായ അലിഫ്ലാമും കൊടുത്തിട്ടില്ല, ഇലാഫത്തുമില്ല. അലിഫ്ലാമ് കൊടുത്ത ചില കൈബുണ്ടാകും. അത് ഖുർആൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടാവും. ആലിമുൽ ഗൈബ്, അൽ ഗൈബ്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇലാഹിയായ അസ്റാറുകളാകുന്ന ഗൈബാണത്. അതാ ഗൈബിഹി, അത് അഖസ്സായ ഗൈബാണ്. ഇപ്പൊ ഗൈബ് 3 ആ ഹീ എന്ന് പറഞ്ഞ ഗൈബിലേക്ക് എന്നെ ആരും എത്തിക്കൂല എന്ന് പറഞ്ഞ ഹദ നിഫി ചെയ്ത് ഇല്ലാമൻ എന്നെ പറഞ്ഞ വയ്ക്ക് ഇല്ലാമനിർത്തദാമിർ റസൂലിൻ, ഒരു റസൂലിനാൽ അള്ളാഹു തആല പൊരുത്തപ്പെട്ടവരെ അല്ലാതെ. ഇത് കൂട്ടി വായിച്ചാൽ ആ പൊരുത്തപ്പെട്ട റസൂലിന് കിട്ടൂന്നാ കിട്ടൂല എന്ന അർത്ഥം വെച്ച് ഇതെന്താ ഇല്ലാ മരുത്തതാടെ മാറ്റി വെക്ക്, കൈപൊട്ടു. പണ്ട് ദൂതന്മാർ ചെയ്ത പണി. എന്നിട്ടോ അത് ബാക്കി വായിക്കടാ. ഇല്ലാ മനുത്തല്ല കൂട്ടി വായിക്കുക. റസൂലിനാൽ മന്നിന്റെ ബയാനാണ് ഇത്. മിർ റസൂലിൻ, ഈ പറഞ്ഞാൽ റസൂലാണോ ഇല്ലയോ? ഓർക്ക് മുഅ്മിനാണോ? വസാദ് ഉണ്ടാക്കിയ പോലെ. അത് തന്നെ ഗൈബി ഹിയാന്ന് ഇലാഫത്ത് ചെയ്ത് തന്നു. അപ്പൊ അതിനേക്കാണ് ഗ്രേഡ് കുറഞ്ഞതിൽ അവല കൊണ്ടും കിട്ടുമോ? അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയുമോ, അറിയിച്ചു കൊടുത്തിട്ടില്ല അറിയാതിരിക്കുമോ എന്നത് തർക്ക വിഷയമല്ല. നമ്മൾക്ക് എല്ലാവർക്കും അതിൽ പങ്കാന്നു. അങ്ങനെയാണെങ്കിൽ പല പങ്കിയത്തും പറയാലോ. എന്താണ് അള്ളാഹു തആല ഗൈബ് അറിയോ? അല്ല, ഷഹാദത്ത് അറിയോ? അറിയോ? നമുക്ക് ഷഹാദത്തിൽ കുറച്ചെല്ലാം അറിയുന്നുണ്ടാ. അപ്പൊ ഞാനും ഒന്നയില്ലേ എന്ത് വിഷയത്തിൽ? ഷഹാദത്ത് അറിയുന്നുള്ള വിഷയത്തിൽ എന്താണ്? അത് ഞാനും ഒന്നും തന്നെ ഷഹാദത്ത് അറിയുന്ന വിഷയത്തിൽ. അറിയില്ല പിന്നെ ഞാൻ ജീവിക്കുന്ന എന്തൊക്കെയോ പോയത്തം വിളിച്ചു പറയുക, അത് പോയത്തക്കാരെ അംഗീകരിക്കുക. ശരിക്കും പറഞ്ഞാൽ തായിഫത്തിന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ഉമ്മത്താരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താന്ന് പറയുന്നത്. ബനൂ ഇസ്രായേൽ പോയത്തക്കാരാന്ന്. ബനൂ ഇസ്രായേലിനെ ആയപ്പത്തിന് വണ്ടിയുടെ വൈപ്പറില്ലേ, ഇത് കാണിച്ചിട്ട് അന്ന് ഇലാഹാക്കോളൂ. ഇവിടെ സ്വിച്ചിട്ടിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി ഹാ ഇലാഹു നാ ഇലാഹു മൂസ ഇതാണ് ഇങ്ങനെ ആക്കുന്നുണ്ട്. അത്ര കണ്ട് പോയത്തക്കാരൊന്നുമില്ല. കാര്യം തിരിയാത്ത പോയത്തക്കാരല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കലിന്റെ ഒരു ഭാഗം, ഒരു ഷായിബത്ത് ആർക്കുണ്ട്? തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഉമ്മത്തിനുണ്ട്. പോയത്തം പറഞ്ഞ വിശ്വസിക്കുന്നവരല്ല. ഇന്നെന്താ ഈ പോയത്തം പറഞ്ഞ വിശ്വസിക്കുന്ന തായിഫത്തായി മാറി. ഇറങ്ങല് വിളിച്ചാൽ കടമ്പൂടും. ആ കഞ്ഞി പോലെ ഉണ്ട്. വാസ്തു ഉണ്ട്. വാസ്തുവിന് അനുഗ്രഹത്തോടു കൂടിയാണ് പരപം തിന്നു. വാസ്തു എന്ന് പറഞ്ഞാൽ ആരാന്ന്? ദാദിനി ഇല്ല അസ്മാ സമ്മയിത്തുമുഹ അന്തും ആബാവുക്കും. കേരളത്തിലല്ലേ ഇല്ലാണ്ടിരിക്കേണ്ടത്? കേരളത്തിൽ എത്ര നേതാക്കന്മാരാണ്? മറ്റുള്ള നാട്ടിലുണ്ടാവും. ഇതൊന്നും പോട്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം
അപ്പോൾ അതിൻ്റെ വാർത്ത എന്തുണ്ട്? തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാ ഒറ്റ അരീത്താണ്. ഇപ്പം സമയം കുറച്ച് കൊണ്ടുപോയി. ഹദ്ദസനൽ ഇമാമു അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ മുഹമ്മദ് ഒന്നാമേ ഇബ്നുൽ വലീദിൽ ഫിഹ്രിയു ഇജാസത്തൻ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. വഖറഅതു അലാ ഗൈരി, മറ്റൊരു ഇജാസത്ത് എന്തെങ്കിലും വേറെ ആളെ വെക്കുന്ന ഓതി കൊടുത്തിട്ടുണ്ട്. ഖാല അബൂബക്കർ പറയുന്നു, ആര്? നമ്മളെ മുഹമ്മദ് തന്നെ. ഹദ്ദസന അബൂ അലി തുസ്തജി قال حدثنا أبو عمر الهاشمي قال حدثنا اللؤلؤي قال حدثنا أبو داود. അപ്പോൾ നമ്മളത്തേക്കെത്തി ഉസൂലിയായ കിതാബിലേക്കെത്തി. حدثنا سمان بن أبي شيبة قال حدثنا جرير عن الأعمش عن أبي وائل عن حذيفة رضي الله عنه قال قام فينا رسول الله صلى الله عليه وسلم. തങ്ങൾ നിന്ന് മക്കാമൻ, ഒരു നൃത്തം എന്ന് വെച്ചാലോ ഒരു സ്റ്റേജിൽ. ഫമാ തറക ശൈഅൻ യകൂനു ഫീ മഖാമിഹി ദാലിക ഇലാ ഖിയാമി സാഅ. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന ഒരു വസ്തുവിനെയും തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല ഹദ്ദസു, അതിനെപ്പറ്റി സംസാരിച്ചിട്ടല്ലാതെ. നീണ്ട സമയം നിൽക്കാത്തിന് സമയമാകുമ്പോൾ നിർത്തി വെക്കും. എന്നിട്ടോ അതത്രയും എല്ലാവർക്കും കാണാപ്പാടാക്കാൻ കഴിയും. ഹഫിലഹു മൻ ഹഫിലഹു, കാണാപ്പാടാക്കിയ ചില കൂട്ടർ കാണാപ്പാടാക്കി വെച്ച്. നസിയഹു മൻ നസിയഹു, മറന്ന കൂട്ടർ മറന്ന്. ചിലപ്പോൾ എന്താണെന്ന് അറിയാം, തൽക്കാലം റെഡിയില്ലെങ്കിൽ അതിൻ്റെ തുടക്കം കാണുമ്പോൾ ഓർമ്മ വരും. ഓർമ്മക്ക് ഒന്നുണ്ട്, നമ്മളെ ഫീ നഫ്സിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരു സാഹചര്യം വരുമ്പം അന്ന് കഴിഞ്ഞ് നിന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ മൂന്നാമത്തെ തായ്ഫത്തുണ്ട്, എപ്പോഴും ഫീൽ ചെയ്ത് വെക്കുന്ന ആളുണ്ട്, എല്ലാം ചോർന്നു പോയ ആളുണ്ട്. അതാ പറയുന്നത് ഖദ് അലിമഹു അസ്ഹാബി ഹൗലായി. ഈ ഇരിക്കുന്ന അതാ പറയുന്നു ഹുദൈഫ, ആ കുട്ടുണ്ട്. വൈന്നഹു ലയകൂനു മിൻഹു ശൈഉ, അവരുടെ മക്കളിന് സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പം ഫഅരിഫുഹു, അപ്പം ഞാൻ അറിയും തങ്ങട് പണ്ട് പറഞ്ഞതാണ് ഇത്. ഫഅദ്കുറുഹു, ഞാൻ എന്താക്കും അതിനോ പറയും. അകമാ യദ്കുറു റജുലു വജ്ഹർ റജുലി ഇദാ ഗാബൻ. ഓരോ റജുലിനെ മാറ്റി പരിചയപ്പെട്ട അയാളെ നാട്ടിലേക്ക് പോയി. കുറേ കാലം കഴിഞ്ഞ് അയാളെ പറ്റി നമുക്കൊന്നും ഉണ്ടാവില്ല. ഒരവസരത്തിൽ തിരിച്ചു വന്നാൽ പണ്ട് നമ്മ മംഗലപുരത്ത് നിങ്ങളെ കണ്ടേ, അതാ ഒത്തുവരും. സുമ്മ ഇദാ റആഹു അറഫഹു, ഇത് കാണുമ്പോൾ എന്താക്കുക തിരിഞ്ഞു. അപ്പോൾ തായിഫത്ത് മൂന്നുണ്ട്, എപ്പോഴും മനസ്സിൽ ഫീഡ് ചെയ്തിട്ട് എപ്പം വേണം റെഡി പറ്റ പറഞ്ഞോട്ട്. ആവശ്യത്തിന് എന്താക്കാം, അതിൻ്റെ സാഹചര്യം വരുമ്പോൾ ഓർമ്മിക്കും, മറ്റുള്ളവർ വിട്ടുപോയി. അപ്പം ആ മൂന്ന് ഇവിടെ ഉണ്ടെന്നാ പറയുന്നു. പണ്ട് നബി മിമ്പർമെന്ന് പറഞ്ഞ വാർത്തയല്ലേ ഈ കണ്ടത് എന്ന് പറഞ്ഞു. സുമ്മഖാല, ഹുദൈഫ പറയുന്നു അതിൻ്റെ ചില്ലറ, മാ അദ്രി അനസിയ അസ്ഹാബി അം തനാസൗഹു, എൻ്റെ അസ്ഹാബിമാർ അത് മറന്നതാണോ എല്ലാം മറന്നതായി നമുക്ക് തോന്നിക്കുന്നതാണോ? ഇപ്പം മറന്നു എന്നുള്ള പറ്റ കുറ്റപ്പെടുത്തൊന്നുമില്ല. തനാസ എന്ന് പറഞ്ഞാൽ മറവിയായിട്ട് അനുഭവിച്ചു. വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടില്ല മിൻ ഖായിദി ഫിത്നത്തിൻ, ഒരു ഫിത്നൻ്റെ നേതാവ്. അതായത് സമുദായത്തിൽ ഏതെല്ലാം ഫിത്നക്കാരായ നേതാക്കന്മാർ വരും, അവർക്ക് എത്ര അനുയായികളുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറയുക, ഇലാൻ തങ്കള ദുന്യാവ് കഴിഞ്ഞത് വരെയുള്ള ഫിത്നക്കാരായ നേതാക്കന്മാർ. ആ ഫിത്നക്കാരായ നേതാവിനോടൊപ്പം ഉണ്ടാകും സലാസുമയത്തും ഫസായിദ, 300 ആളുകൾ അതിനേക്കാൾ കൂടുതലും അതിൻ്റെ ഫാൻസ് ഉണ്ടാവും, അത് പ്രചരിപ്പിക്കാൻ. ഇപ്പം എന്തെല്ലാം പറയുമ്പോൾ എത്ര ആളും കൂടി. എന്നാൽ ഇല്ല ഖദ് സമ്മാഹു ലനാ ബിസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു. വസ്മ അബീഹി, ഉപ്പാൻ്റെ പേരും പറഞ്ഞ്. വ കബീലത്തി, ആ നേതാവിൻ്റെ കബീലൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും. അപ്പം ഇന്നാൾ വരും, മുത്തക്കബീറും ജമാഅത്തിന്റെ നേതാവ് ആരായിരിക്കും, ഖവാരിജാക്കൾ ആരായിരിക്കും, എല്ലാം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ആ ഹദീസ് തീർന്ന്. വഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖദ് തറകന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ നമ്മളെ വിട്ടേച്ച് പോയത് എങ്ങനെയാ. വമാ യുഹദ്ദികു ത്വായിറുൻ ജനാഹി ഫിസ്സമാ, ആകാശത്തിൽ ഒരു തായിർ പക്ഷി എന്താക്കി വിടർത്തി.
ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമ, അതിൽ നിന്നുള്ള ഒരു ഇൽമി നമുക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സംഹിത പറഞ്ഞിരും. അതിനർത്ഥം എന്താണ്? റഹബ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വഖത്ത് തറക്കനാൻ്റെ മാതിരി പറയും, ഞങ്ങളെ ഒഴിച്ചിട്ട് പോയി വിട പറഞ്ഞു. വന്തക്കല ഇലൽ ആഖിറ, ആഖിറത്തിലേക്ക് പോയത്. മിംബൈനി അളുഹുരിന, നമ്മുടെ ഇടയിൽ നിന്ന് ആഖിറത്തിലേക്ക് തങ്ങൾ പോയത്. വലം യദഅ ശൈഅൻ ഇല്ലാ ബയ്യനഹു, എന്ത് കാര്യമുണ്ടെങ്കിലും അത് വ്യാഖ്യാനിക്കാതെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. ബിഹൈസു ലാ യഖ്ഫാ അലൈനാ ശൈഉൻ മിൻ ബഅദി, തങ്ങൾ വ്യാഖ്യാനിച്ച ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് അപ്രത്യക്ഷമല്ല അതെല്ലാം. അവിടെ വഖദ ഖറജ അഹ്ലു സഹീഹ്